മന്ത്രിയാണേലും തന്ത്രിയാണേലും ഉപ്പ് നിന്നും വെള്ളം കുടിക്കുന്നതാണ്. സംശയമൊന്നുമില്ല. അത് കുടിക്കണം. കാരണം എന്താ പറയുക, നമ്മളിത് പൊതുമുതലാണ്. ഇത് ഒരു വ്യക്തി പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. ഈ പാർട്ടി വിശ്വസിച്ച് ജപിച്ച് ഇവർക്ക് ഇങ്ങനെ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഇല്ല, അതിന് പാർട്ടിയൊന്നുമില്ല. അത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചക്രക്കൊടുത്തി കഴിയുമ്പോൾ നക്കുന്നതിന് പാർട്ടി എന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ പറയും ഇങ്ങനെയൊക്കെ മോട്ടിക്കുന്നവന്മാർ വാഴയിലേക്ക് കിടന്നാൽ മരിക്കുന്നത്. കാരണം വാഴ കിടന്നാൽ മരിക്കുന്നത്. കാരണം വേറെ എങ്ങും കിടക്കാനോ പോയില്ല, വാഴയിലും മാത്രമേ കിടക്കാനോ. കാരണം ഒട്ടിപ്പിടിക്കും. ദൈവത്തിൻ്റെ മുതൽ കക്കുന്നവർക്ക് എല്ലാവർക്കും അതൊരു പാഠമായിരിക്കും. KSRTC ഒരു 99% ജീവനക്കാരും ഞാനും ഒരു ടീമായി. ആ ടീം വർക്കാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. വിമർശകർ വെളിയിലുണ്ടെന്നേ. വിമർശകർ എന്ത് കണ്ടാലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ അത് രാഷ്ട്രീയമല്ലെന്ന് തോന്നുന്ന ആൾക്കാർ. പിന്നെ ഇത് ആരുടെ കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലിയ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഓരോന്നും ചോദിക്കുന്നു. 1 തിങ്കളാഴ്ചയാണ്, ശബരിമല സീസണാണ്. 3 ഞായറാഴ്ച. ഇതിനു മുമ്പ് ഒരുപാട് തിങ്കളാഴ്ചകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ശബരിമല സീസൺ വന്നിട്ടുണ്ട്, മകരവിളക്ക് വന്നിട്ടുണ്ട്. കിട്ടിയില്ലല്ലോ. ഇപ്പം എങ്ങനെ കിട്ടി? മെനഞ്ഞാന്ന് വന്ന കളക്ഷൻ 12,77,00,000. ശരി, അത് ശബരിമലയാണോ? അല്ല, ഈ ശബരിമല നട അടച്ചിരുന്നല്ലോ, അപ്പോഴും ഉണ്ടല്ലോ കളക്ഷൻ. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഭാര്യയ്ക്കും 1 കോടി രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞു. ഇതൊന്നും ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നലെ അത് നല്ല കാര്യം പറയില്ലല്ലോ. ഞാൻ യേശുവിനെ പ്രാർത്ഥിക്കുന്നതാണ്. ആണോ? യേശുവിനെ പ്രാർത്ഥിക്കും. എനിക്ക് യേശുവിനെ വലിയ, എൻ്റെ അമ്മയ്ക്കും യേശുവിനെ വലിയ വിശ്വാസമായിരുന്നു, അച്ഛനും വിശ്വാസമായിരുന്നു. പത്തനാപുരത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒന്നും ആരും അറിയിപ്പും കൂടാതെ നിങ്ങൾ ക്യാമറയായിട്ട് ചെന്നിട്ട് പട്ടാഴിയിലോ പട്ടാഴി വടക്കേക്കോടുള്ള പബ്ലിക് ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലേക്ക് കയറിക്കോളൂ എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും. ഈ KSRTCയെ കുറിച്ചുള്ള എൻ്റെ ഒരു സമീപനം ആദ്യമേ പറയാം, ഇത് പിരിച്ചുവിടണം എന്നുള്ളതാണ്. അതായത് PSC എഴുതിയവരെ വേറെ എവിടെയെങ്കിലേക്കും റീഡിപ്ലോയ് ചെയ്യുക, നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. എനിക്കൊരു ചെറിയ പ്രതീക്ഷ ആദ്യം KSRTC കുറിച്ച് ആദ്യം വരുന്നത് നമ്മുടെ തച്ചങ്കരി MD ആയിരുന്നപ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം അങ്ങായിരുന്നപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നു. ഈ ശരിയാക്കി എടുക്കാൻ പറ്റുമോ? എങ്ങനെ ശരിയാക്കി എടുക്കും? എന്താണ് അങ്ങ് ചെയ്യുന്നത് KSRTC? ഇതിനെ ടോട്ടലായിട്ട് അങ്ങ് സിസ്റ്റമാറ്റിക് ആക്കുകയും കമ്പ്യൂട്ടറൈസ്, ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, കമ്പ്യൂട്ടറൈസ്. ഇതിനകത്ത് ഈ കള്ളത്തരം കാണിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയാണ്. അതിൽ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഉഴപ്പാണ്. വണ്ടി കഴുകില്ല. ഇപ്പോൾ വണ്ടികളൊക്കെ ഒരു വൃത്തിയായിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വണ്ടി കഴുകാതെ എടുക്കാൻ പറ്റില്ല, എടുത്താൽ ചോദിക്കാൻ ആളുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നന്നായി വണ്ടി കഴുകുന്നു, വണ്ടി നന്നായി സൂക്ഷിക്കുന്നു. പിന്നെ ഇത് ആരുടെ കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലിയ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഓരോന്നും ചോദിക്കും. ഓരോ ചെറിയ കാര്യങ്ങളിലും എൻ്റെ ഒരു ഇടപെടലുണ്ടാവും. ഞാൻ പിന്നെ കഴിഞ്ഞ 2 വർഷം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2.5 വർഷമാണ് ഓഫർ ചെയ്തെങ്കിലും 2 വർഷമല്ലേ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഇലക്ഷനായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പം പക്ഷേ ആ സമയത്തിനുള്ളിൽ ഞാൻ വളരെ ഇപ്പോൾ യാത്രക്കാർ പോകുന്നു, അവർക്ക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ള പ്രശ്നം, അതിന് പരിഹാരം കാണും. അപ്പം ഞാൻ എല്ലാ ടോയ്ലറ്റും പുതുക്കി പണിയാൻ നോക്കിയപ്പോൾ പൈസയില്ല, സമയമെടുക്കും, ടെൻഡർ വിളിച്ചൊക്കെ. അങ്ങനെ വന്നാൽ ഞാൻ ഇത് വഴി പോകുന്ന ഹോട്ടലുകൾ അങ്ങ് നന്നാക്കി, നല്ല ഹോട്ടലിൽ മാത്രം നിർത്തി. അവിടെ നല്ല ടോയ്ലറ്റ് ഉണ്ടാവും, അവിടെ നല്ല ഫുഡ്. മനസ്സിലായില്ല, നമ്മൾ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കും. വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും തല്ലിപ്പൊളി ഹോട്ടലായിരുന്നു പണ്ട് ചെയ്തത്. ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ 10, 68, 70 ഹോട്ടലുകൾ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട്. KSRTC അക്രഡിറ്റ് ചെയ്തു. അവിടെ മാത്രമേ വണ്ടി നിർത്താൻ പറ്റും. നേരത്തെ റൂട്ടിലോടുന്ന നേരത്തെ അവർക്ക് ഡ്രൈവർ കണ്ടക്ടർ ഇഷ്ടമുള്ള നിർത്തും, എന്തും തിന്നോണം, കൊടുക്കുന്ന എന്തും തിന്നോണം. അവിടെ ഈ ടോയ്ലറ്റ് ഉണ്ടാവില്ല, ഭയങ്കര. പത്തനാപുരത്ത് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ. പക്ഷേ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 2 ലേഡീസ് ടോയ്ലറ്റും 2 ജെൻസ് ടോയ്ലറ്റും മിനിമം വേണം. വണ്ടി ബസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം. അങ്ങനെ അങ്ങ് മാറ്റിയിട്ട് അങ്ങനെ വന്ന ഒരുപാട് 10, 100, 200 ആൾക്കാർ അപേക്ഷിച്ചു. അതിൽ നിന്നൊരു 10, 68 പേരെ ഇവർ തിരഞ്ഞെടുത്തു. ഒരു ടീം. അവർക്കൊന്നും കൊടുക്കുന്നില്ല, അവരുടെ കയ്യിൽ നീട്ടൊന്നും വാങ്ങിക്കുന്നില്ല. 10 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കും, ഈ വണ്ടി അവിടെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ കൊടുക്കും. ഓക്കെ, പണ്ടുള്ളതാണ്. അത് ഇല്ലീഗലായിരുന്നു, ഇപ്പം ലീഗലൈസ് ചെയ്തു. കാരണം അത് രഹസ്യ ഏർപ്പാടായിരുന്നു. അപ്പോൾ പക്ഷേ കൈമടക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഭക്ഷണം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അത് അവർക്ക് ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കാം, മറ്റുള്ളവർ അവിടെ നിന്ന് കഴിച്ചോളും. അങ്ങനെ ഒരു അതായി മാറിയപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് മാറി. പിന്നെ ബസ് സ്റ്റാൻഡുകളിലെ ക്യാൻറ്റീൻ ലേലം വിളിച്ചാൽ അത് വലിയൊരു മാഫിയയാണ്. അതെ. അപ്പോൾ അത് വരാതെയായി. അപ്പോൾ ക്യാൻറ്റീൻ ലേലം വിളിച്ച് നോക്കി, അപ്പോൾ കുഴപ്പമാണെന്ന് മനസ്സിലായി. പിന്നെ ക്യാൻറ്റീൻ ലേലം വിളിച്ചില്ല. ബസ് സ്റ്റാൻഡ് ക്യാൻറ്റീൻ വേണ്ട, പോകുന്ന വഴിക്ക് നിർത്തി കൊടുത്താൽ നല്ല വ്യത്യസ്തമായ ഫുഡുകൾ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. കാരണം പണ്ട് 2001 മന്ത്രിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. ശബരിമല മേൽശാന്തിക്ക് അടൂര് ക്യാൻറ്റീനിൽ നിന്ന് മീൻകറി കൊടുത്തു എന്നാണ്. ഫിഷ് ഫ്രൈയും മീൻകറിയും കൊടുത്തു. ഫിഷ് കറി മീൽസേ എവിടെ ഉള്ളൂ, വേണമെങ്കിൽ തിന്നാൽ മതി എന്ന് മേൽശാന്തിയോട് പറഞ്ഞായിട്ടൊരു കഥയുണ്ട് പണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള കഥകളായിരിക്കും. ബസ് സ്റ്റാൻഡിലില്ല ക്യാൻറ്റീൻ. ബസ് സ്റ്റാൻഡ് ക്യാൻറ്റീനുകൾ വളരെ കുറച്ച്. തൃശ്ശൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തൃശ്ശൂർ പൊളിച്ചു കൊണ്ട് അവിടെ വേറെയുള്ള സ്ഥലങ്ങളിലൊന്നും ബസ് സ്റ്റാൻഡ് ക്യാൻറ്റീനില്ല. കാരണം പോകുന്ന വഴിക്കുള്ള ക്യാൻറ്റീനുകളൊക്കെ ഉള്ളൂ. അതിൻ്റെ സ്കോപ്പ് എന്താണ്? ജീവനക്കാർ മാത്രമാണ്, അതൊരു ചെറിയ വിഭാഗം മാത്രമല്ലേ? നേരിട്ട് ജനങ്ങളുമായി സമ്പാദിക്കുന്നത് ജീവനക്കാരാണ്. അവരുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റമാണ് ഈ വിജയത്തിൻ്റെ ഒരു കാരണം. കാരണം നമ്മളെ അട്രാക്ട് ചെയ്യാണ്.
കാരണം ജനസംഖ്യ വർദ്ധിച്ചിട്ടില്ല. സാധാരണ ആലോചിക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം KSRTC യാത്ര ചെയ്യുന്ന യാത്രക്കാൾ അതിനേക്കാൾ 16 ലക്ഷം യാത്രക്കാർ അധികമാണ് ഈ മാസം വന്നിട്ടുണ്ട്. ഈ 16 ലക്ഷം പേര് ജനസംഖ്യയിൽ വന്ന വർധനമല്ല. ഈ 16 ലക്ഷം പേര് ഈ പൊതുഗതാഗതത്തെ ആശ്രയിക്കാം. അല്ല, ശബരിമലയുടെ ഉണ്ടാവത്തില്ല. അല്ലല്ല, ശബരിമല കഴിഞ്ഞിട്ടും 11,77,00,000 രൂപയുണ്ട്. അത് വെറുതെ പറയുന്നത്, അതൊരു KSRTC ജീവനക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് അത് ആ വീക്കിന് 3 ദിവസത്തെ അത് പൊളിറ്റിക്കലാ. കാരണം എന്തറിയാമോ, അങ്ങനെയാണെങ്കിൽ മണ്ഡലത്തിന് നട അടച്ചിരുന്നല്ലോ, അപ്പൊ കുറഞ്ഞില്ലല്ലോ. അപ്പോൾ കുറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞ് തിങ്കളാഴ്ച ആ സമയത്താണ് ശബരിമല സീസൺ. അവർ പറഞ്ഞത്, എന്നോട് പറഞ്ഞത്, ജീവനക്കാർ പറഞ്ഞത്, 1 തിങ്കളാഴ്ചയാണ് ശബരിമല സീസണാണ്, 3 ഞായറാഴ്ച. ഇതിനു മുമ്പ് ഒരുപാട് തിങ്കളാഴ്ചകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ശബരിമല സീസൺ വന്നിട്ടുണ്ട്, മകരവിളക്ക് വന്നിട്ടുണ്ട്. കിട്ടിയില്ലല്ലോ. ഇപ്പൊ എങ്ങനെ കിട്ടി? ഈ 13 കോടി രൂപയിലേക്ക് ഇത് വന്നു. അപ്പം അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. 13 കോടിയിലേക്ക് ഇതിൻ്റെ ഇത് വരുമാനം വന്നു ചേർന്നത് മുമ്പും കേരളത്തിൽ KSRTC ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം വെച്ചാൽ 1400 വണ്ടി ഒരു ശരാശരി ഷെഡിൽ കിടക്കുവാണ്. ഇപ്പോൾ 400-450 വണ്ടി മാത്രമേ മാക്സിമം ഷെഡിലുള്ളൂ. ബാക്കിയെല്ലാം വെളിയിലിറക്കി. അതല്ലേ പ്രൈവറ്റ് ബസ്സുകാരോട് സമരം ചെയ്തോളൂ എന്ന് പറയുന്നത്. കാരണം എന്താ, എവിടെ 100 പ്രൈവറ്റ് ബസ് സമരം ചെയ്താൽ 200 വണ്ടി അവിടെ എത്തിക്കാൻ ഇന്ന് KSRTC കപ്പാസിറ്റി ഉണ്ട്. ഈ സ്വന്തം കഞ്ഞിയിൽ മാറ്റിയിടുന്നവരാണ് ഈ ജീവനക്കാർ വിളിച്ചതൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം അതിനോട് ആത്മാർത്ഥയില്ലാത്തവരാണ്. കുറച്ച് പേര് ചുമ്മാ ഒരു ജോലിയും ചെയ്യാതെ തിന്നാനായിട്ട് ഒരു 5% ആൾക്കാരുണ്ട്. ബാക്കി 95% ആൾക്കാരും ഹാർഡ് വർക്കിങ്ങാണ്. KSRTC ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി പോലെയാണെന്ന് ഞാൻ പറയും. അവർ ഒരു സൈന്യമായിട്ട് ഇറങ്ങുക ഒറ്റക്കെട്ട് എല്ലാ ബെസ്റ്റ്. ഞാൻ കണക്കെവിടെ നിൽക്കട്ടെ, ശബരിമല ഓക്കെ, ഈ ആര്യങ്കാവ് കുളത്തൂപ്പുഴയും അടക്കം ചെറിയ ഡിപ്പോകളാണ്, സബ് ഡിപ്പോകളാണ്. ആ ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ വരെ ലാഭത്തിലാണ് പോകുന്നത്. അതായത് കേരളത്തിലുള്ള 94ഓളം വരുന്ന ഡിപ്പോകളിൽ എല്ലാം ലാഭത്തിൽ പോകുന്നു എന്ന് പറയുന്നത് ശബരിമലയാണോ? തിങ്കളാഴ്ചയാണോ? അല്ല. ഇന്നലെ മെനഞ്ഞാന്ന് വന്ന കളക്ഷൻ 12,77,00,000. അത് ശബരിമലയാണോ? അല്ല. ഈ ശബരിമല നട അടച്ചിരുന്നില്ല, അപ്പോഴുണ്ടല്ലോ കളക്ഷൻ. അപ്പോഴേ 13 കോടി വന്നേ. അപ്പോൾ ഒരു ദിവസത്തെ ശബരിമലയിൽ വരുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം വന്നത് ഈ സീസൺ മൊത്തം കൂടെ എടുത്താൽ 2,65,00,000 രൂപയുണ്ടാണ്. കഴിഞ്ഞ വർഷത്തെ വരുമാനത്തേക്കാൾ ഈ വർഷത്തെ വരുമാനത്തിൽ അതിലും വർധനമുണ്ട്. ഒരു സീസൺ മുഴുവൻ, ഞാൻ പറയുന്ന ഒരു ദിവസമൊന്നുമല്ല, ഒരു സീസൺ മുഴുവൻ വന്നിരിക്കുന്ന വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 2,60,00,000 രൂപയോളം വന്നിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഒരു ദിവസം KSRTC ഓടിയാൽ വേണമെങ്കിൽ നമുക്ക് ലാഭകരം. ഇപ്പം റണ്ണിങ് പ്രോഫിറ്റിലാണ്. ഇത് ഞാൻ കേൾക്കാൻ എനിക്ക് പേടി. കേട്ട് കഴിഞ്ഞാൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് പൈസ കൊടുക്കണ്ടെന്ന് പറയും. അതുകൊണ്ട് എന്നാലും പറയുകയാണ്, ഇന്ത്യയിൽ റണ്ണിങ് പ്രോഫിറ്റിൽ ഓടുന്ന ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ന് KSRTC മാത്രമേ. പക്ഷേ നമുക്ക് കടങ്ങളെന്ന് പറഞ്ഞാൽ 2,000 കോടി 2,400 കോടി രൂപയുടെ കടത്തിന് ദിവസം 1,19,00,000 രൂപ ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് റീപേ ചെയ്തുകൊണ്ടിരിക്കുക. KTDC മാത്രം KTDC ഒഴിവാക്കി പകരം കേരള ബാങ്കിനെ കൊണ്ടുവന്നു, കൺസോർഷ്യത്തിൽ മാറ്റം വരുത്തി. KTDC അടച്ചുപൂട്ടിയൊരു സ്ഥാപനം, അത് തുറന്നല്ലോ. ആണോ? അത് തുറന്നു. അതിൻ്റെ കടങ്ങളെല്ലാം 300 കോടി രൂപയോളം ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് ഇടപെടുത്തി. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വന്നു. അത് ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഞാനൊരു പ്രപ്പോസൽ കൊടുത്തു. അത് മുഖ്യമന്ത്രി അംഗീകരിച്ച് ആ പ്രപ്പോസൽ വർക്കൗട്ടായി. കോടിക്കണക്കിന് രൂപ, 280ഓളം കോടി രൂപ സീനിയർ സിറ്റിസൺ അടക്കം കിട്ടാതെ കിടന്ന ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തു. വാടക എല്ലാം പിരിച്ചെടുക്കുന്നു കടകളിലൊന്നും. ഒരു വാടകയൊന്നും പിരിക്കില്ലായിരുന്നു. ഈ KTDCയിലായിരുന്നു മറ്റേ ശ്രീരാമകൃഷ്ണ പ്രശ്നങ്ങൾ. ആ പ്രശ്നം അതെല്ലാം സോൾവ് ചെയ്തു, അതെല്ലാം തീർത്തു. ശ്രീരാമകൃഷ്ണ മിഷൻ ഉണ്ടായിരുന്നു, പരിഹരിച്ചു. ഡൽഹിയിൽ അത് ഹൈക്കോടതി പോലും ഇടപെട്ട് വളരെ മോശമായ പരാമർശങ്ങൾ വന്ന സ്ഥാപനമാണ്. അതിപ്പോൾ നന്നായി നടക്കുന്നു. അതിന് ഇനി ബാങ്കിങ് സംവിധാനങ്ങൾക്കുള്ള അനുമതി റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങണം. അതിനെ ഒരുവിധം ക്ലാരിറ്റിയോടെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കണക്കെഴുത്താണ്. ഓരോ പൈസയും ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ഉണ്ടായിരുന്നു ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. അവരെ 170ഓളം കോടി രൂപ ഉണ്ടായിരുന്നു. അവർ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എല്ലാവരെയും. അതെല്ലാം കൊടുത്തു. അപ്പോൾ സഞ്ചിത കടം കുറഞ്ഞു വരുന്നു. KSRTCയുടെ സഞ്ചിത കടത്തിൽ 2,400 കോടിയോളം പഴയ കടമുണ്ട്. അതിൻ്റെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കൺസോർഷ്യത്തിന് 2,06,00,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ വന്നതിന് ശേഷം ഇത് വർദ്ധിച്ചു. 2,19,00,000 എഗ്രിമെൻറ്റ് പ്രകാരം കുറച്ചു. ഇനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് 174 കോടി രൂപ കൊടുക്കാനുണ്ട്. അതായത് പണ്ട് മറിച്ച പൈസയാണ്. ആ എഗ്രിമെൻറ്റിൽ ഒരു ചെയ്ത തകരാറുണ്ട്. അതായത് ഇന്ന് 3.5 കോടിയാണ് കൊടുക്കേണ്ടത്, നാളെ 3.5 കോടിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ അടിക്കുന്നതനുസരിച്ച് നോ ക്രെഡിറ്റാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അന്നത്തെ മന്ത്രിയോ MDയോ തീരുമാനിക്കുകയാണ് ശമ്പളം കൊടുക്കാൻ പൈസയില്ല, നമുക്കൊരു 2 ദിവസം മറിക്കാം ഈ പൈസ. അപ്പോൾ ഒരു 7 കോടി രൂപ മറിച്ചു പോയി. ഈ 7 കോടി രൂപയ്ക്ക് 18% പലിശ കൊടുക്കും. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ വരുന്ന സമയത്ത് ഇത് ഒരു 135 കോടി രൂപയായിരുന്നു. കേസായി വഴക്കായി. അവർ മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി കോടതി അവർക്ക് അനുകൂലമായിട്ട്. അവസാനം ഇത് 174 കോടിയായി. ഞാൻ അവരുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി 94 കോടി രൂപയ്ക്ക് ഇത് തീർത്തു.
ഇപ്പോൾ അത് സെറ്റിൽ ചെയ്യും. ഒരു മാസത്തിനുള്ളിൽ അത് മുതൽ അത്രേ കാണത്തുള്ളൂ. മുതൽ അത്രയും പോലും മുതൽ അത്രയേ ഉള്ളൂ. മുതലിലേക്ക് ഒതുക്കി, പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കി മുതലിലേക്ക് കൊണ്ടുവന്നു. ഇത് അനേകം 10-35 വർഷത്തെ ഡ്യൂ ആണ് കേട്ടോ. അവർ സമ്മതിച്ചത്? സമ്മതിച്ചു. അത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. മാത്രമല്ല KSRTC ഡീസൽ തരുന്ന 3 രൂപ 10 പൈസ കുറച്ചായിരിക്കും. ഓക്കെ, ഡീസൽ വില കുറയാണ്. അതായത് മാർക്കറ്റിൽ കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ തരത്തില്ലായിരുന്നു, അത് തരുന്നു. കോടതിയിൽ നമുക്ക് 45 ദിവസം ക്രെഡിറ്റ് ഞാൻ ഒപ്പിച്ചെടുത്തു. അല്ല, കോടതി നമുക്കത് അനുകൂലം അല്ലായിരുന്നു തന്നെ. എന്നിട്ട് അവരുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ഞാൻ അതിന് വേറെ പല ടീമുകളുണ്ട്, അവരെ വിളിക്കാൻ തീരുമാനിച്ചു. അതായത് IOC അല്ലാതെ വേറെ കമ്പനികളുണ്ടല്ലോ, അവരെ ടെൻഡർ വിളിച്ചു, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു. അപ്പോൾ പ്രൈവറ്റ് ജിയോ അടക്കമുള്ളവർ വരും, റിലയൻസ് അടക്കം. അപ്പോൾ ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവർ തന്നെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അവരെ പിണക്കി വിടണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ 1 കോടി രൂപ നമുക്ക് CSR ഫണ്ട് ആദ്യമായിട്ട് തരികയാണ്. തമ്പാന കിഴക്കേക്കോട്ടയിൽ ഒരു ആശുപത്രി, സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ജീവനക്കാർക്കും ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന 5 ഡയാലിസിസ് യൂണിറ്റ്, ഡോക്ടർ എല്ലാ സമയം ഡോക്ടറൊക്കെ നമുക്കുണ്ട്. അത് ഞാൻ വന്നതിന് ശേഷം ഡോക്ടറെയൊക്കെ വെച്ചിട്ടുണ്ട്, നേഴ്സിനെയൊക്കെ നിയമിച്ചു. ഈ മാസം തുടങ്ങും. വില കുറച്ച് അവിടെ നിന്ന് സാധാരണ കിഴക്കേക്കോട്ട, മണക്കാട് ഈ ഭാഗത്ത് ഒരുപാട് പാവങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ കരുതിക്കൊണ്ട് മരുന്ന് ഒരു 10 മുതൽ 15% മാർജിനിടാൻ കൊടുക്കാൻ പറ്റത്തില്ല. നിലനിൽക്കണ്ടേ, ഇട്ട് കൊടുക്കാൻ ഒരു മെഡിക്കൽ സ്റ്റോറും അതിനകത്ത് തുടങ്ങുന്നുണ്ട്. എല്ലാ ടെസ്റ്റുകളും കുറഞ്ഞ ചിലവിൽ നടത്താൻ വേണ്ടി രാജീവ് ഗാന്ധി ബയോടെക്നോളജി ആയിട്ട് ചേർന്ന് ലാബ് അതിനകത്തുണ്ടാകും. കുറച്ചുകൂടി സ്ഥലം കൊടുക്കുമ്പോൾ അവർ സ്കാനിങ് സെൻറ്റർ തുടങ്ങും. ഇപ്പോൾ ഡയാലിസിസ് മെഷീൻ 5 എണ്ണം അവർ തരും. ജീവനക്കാർക്ക് മാത്രം? ജീവനക്കാർക്കല്ല, നാട്ടുകാർക്ക്. അത്രയധികം ജീവനക്കാർക്ക് ഡയാലിസിസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഡെയിലി 5 ബെഡ് കിടക്കില്ല. അപ്പോൾ അതേ കൂടുതൽ 5-10 ബെഡാണ്. വേറൊരു കമ്പനി, ഒരു ധനകാര്യ സ്ഥാപനം, പ്രൈവറ്റ് കമ്പനി, അവരുടെ CSR ഫണ്ടിൽ നിന്ന് ഒരു 5 മെഷീൻ കൂടെ തരുന്നുണ്ട്. അങ്ങനെ 10 മെഷീൻ 10 ബെഡിൽ ഡയാലിസിസ് ചെയ്യും. ഇപ്പോൾ KSRTCയോടുള്ള ഒരു സമീപനം മാറി. ജനങ്ങൾ KSRTC സഹകരിച്ചപ്പോൾ അവർക്കും എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടി അതുകൊണ്ട് അങ്ങോട്ടും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു. കാരണം KSRTC ജീവനക്കാർക്ക് മാത്രമല്ല, സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്കും ഈ സൗകര്യങ്ങൾ തുറന്നു കൊടുക്കുകയാണ് KSRTC ആശുപത്രി. അതുകൊണ്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം, ഈ തിരുവല്ല ഷോപ്പിംഗ് കോംപ്ലക്സും തമ്പാന അതൊക്കെ നഷ്ടത്തിൽ കിടക്കുക, അതൊക്കെ എങ്ങനെ ശരിയാക്കി? അതെല്ലാം KTDFCയുടെ ആണ്. ഇതൊന്നും വാടക വാങ്ങിക്കില്ലായിരുന്നു. ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തരാനുള്ളത് 38 ലക്ഷം രൂപയാണ്. തിയേറ്റർ ഉണ്ട്, ലെനിൻ തിയേറ്റർ കിടപ്പുണ്ട്. അത് വാടക തരുന്നേയില്ല. എന്തിന്? ഏറ്റവും കൂടുതൽ പൈസയുള്ള ലോട്ടറി വകുപ്പ് തരാനുള്ളത് 37 ലക്ഷം രൂപ. ഇത് 7 ലക്ഷം എല്ലാം പിടിച്ചു വാങ്ങിക്കുകയാണ്, എല്ലാം തിരിച്ചു. അതും കമ്പ്യൂട്ടർ. ഇപ്പോൾ KSRTCയിൽ വാടക വാങ്ങുന്നത് കമ്പ്യൂട്ടറാണ്. KSRTC ബസ് സ്റ്റാൻഡുകളിൽ കള്ളക്കണക്കൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ വാടക എടുത്തിരിക്കുകയാണ്. ഞാൻ കടയുടെ വാടക 1-ാം തീയതി അടച്ചില്ലെങ്കിൽ, ആ ഡ്യൂ ഡേറ്റിൽ അടച്ചില്ലെങ്കിൽ KSRTC CMDയുടെ മേശപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു വാണിംഗ് വരും, വാടക തന്നില്ല. പലപ്പോഴും വാടക കയ്യിൽ വാങ്ങിച്ച് വെച്ചിട്ട് മറിക്കുമായിരുന്നു. 10 ദിവസം കഴിഞ്ഞ് അടയ്ക്കും ഉദ്യോഗസ്ഥന്മാർ. അപ്പം അവനോടൊന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ല, ഈ കടക്കാരനോട്. അവനും അറിയാം ഇയാൾ മറിച്ചിരിക്കുകയാണെന്ന്. അടുത്ത മാസം വാടക താമസിച്ചാലും ഒന്നും ഉണ്ട്. ഇപ്പം അങ്ങനെ പറ്റില്ല. സോഫ്റ്റ്വെയർ വഴിയാണ്, അതും സോഫ്റ്റ്വെയറാണ്. കറക്റ്റ് സോഫ്റ്റ്വെയറിൽ ഇന്ന കടക്കാരൻ പൈസ തന്നിട്ടില്ല എന്ന് കാണിക്കും. ആ പൈസ അടച്ച് ബാങ്ക് വഴി അടയ്ക്കാൻ പാടുള്ളൂ, കൈ കൊടുക്കാൻ പാടില്ല. ബാങ്ക് ട്രാൻസാക്ഷനേ ഉള്ളൂ. മാക്സിമം പൈസ ബാങ്കിൽ കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടാണ്. ഇത് പക്ക ഷാജ മനസ്സിലായി, പക്ക ഒരു ബിസിനസ് മാനേജ്മെൻറ്റ്, ഒരു പ്രൊഫഷണൽ അല്ല. ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയമില്ല, ഇതിൽ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ കാര്യങ്ങളോ മര്യാദകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ബിസിനസ്സായി കാണും. അതോടൊപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ തന്നെ ഇരുന്നിട്ട് 86,000 കിലോമീറ്റർ ഡെഡ് മൈലേജ് കട്ട് ചെയ്തു. പക്ഷെ അവിടെ ആദിവാസി മേഖലകളെ ഉപദ്രവിച്ചില്ല. കുഞ്ഞുങ്ങൾ, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും യാത്ര ചെയ്യുന്ന വണ്ടികളൊന്നും കട്ട് ചെയ്തില്ല. MLA-മാരൊക്കെ ഇട്ട ആവശ്യമില്ലാത്ത സാധനമുണ്ട്, അതൊക്കെ വെട്ടി. അത് അതായത് വയനാട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് പെരിക്കല്ലൂർ എന്നൊക്കെ പറഞ്ഞ് വാല് മുറിച്ചു പലതിൻ്റെയും. പക്ഷേ 86,000 കിലോമീറ്റർ വെട്ടിയതിൽ 85,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിക്കുന്നുണ്ട്. അത് ലാഭകരമായി പോവുകയാണ്. അതാണ് ഇതിൻ്റെ നേട്ടം. മനസ്സിലായി? ഈ 86 ഡെഡ് കിലോമീറ്റർ 86,000 കട്ട് ചെയ്തിട്ട് 85,000 അവിടെയാണ് ഈ AC വണ്ടികളും പുതിയ വണ്ടികളും ഓടുന്നത്. ഇപ്പോൾ ആളുകൾക്ക് AC വണ്ടി മതി. മനസ്സിലായി? ഈ ഗ്രാമവണ്ടിയുടെ കൺസെപ്റ്റ് എന്താണ്? അതൊന്നും പഞ്ചായത്തിനൊക്കെ വലിയ നഷ്ടമായി. നമുക്ക് ബന്ധമൊന്നുമില്ല. നമ്മൾ വണ്ടി കൊടുക്കും, ഡ്രൈവറെ കൊടുക്കും. പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടൊക്കെ നശിച്ചു പോകും. അല്ല, നമുക്ക് അവരെന്ത് ചെയ്യും? വാടക തരും. അവർ വാടക തരും. അവർ ഒരു ദിവസം 100 രൂപ വെച്ചൊരു അവർക്ക് ഭയങ്കര നഷ്ടമില്ല. ഇത് നഷ്ടമാണ്. ഡീസലിൻ്റെ കാശ് പോലും കിട്ടുന്നില്ല അതിന്. പക്ഷെ അത് നമുക്ക് ലാഭമാണ്. നമ്മുടെ കാശ് കിട്ടുമല്ലോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ബഡ്ജറ്റ് ടൂറിസം അത് വളരെ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 24 കോടിയോളമായിരുന്നു 2024. 2025 അതേ മാസത്തിൽ വരുമ്പോൾ ബഡ്ജറ്റ് ടൂറിസം 48 കോടിയായി വരവ് വർദ്ധിച്ചു. മൂന്നാറിലെ ബസ് പിന്നെ തിരുവനന്തപുരം ഞാൻ ഡിസൈൻ ചെയ്തില്ലേ, മൂന്നാറിലെ ബസ് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അത് വന്നപ്പോൾ അതിനെതിരായിട്ടൊക്കെ ഭയങ്കര പ്രസ്താവനകൾ. ഈ പറഞ്ഞ കണക്ക് ട്രേഡ് യൂണിയൻ്റെ ചില ആൾക്കാർ വിളിച്ച് ഷാജിനോട് പറഞ്ഞു തരുന്നതിനൊക്കെയുള്ള പരിപാടികളായിരുന്നു. കൊള്ളത്തില്ല, ഇതിന് പുക പരിശോധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ മനസ്സിലാകുന്നില്ല. ആ സാധനം ആദ്യത്തെ ഹിറ്റായി, രണ്ടാമത്തെ വന്നപ്പോൾ
അത് ഇവിടെ ചത്ത് കിടന്ന വണ്ടിയാണ്. ഇതിനെ എടുത്തൊരു പുതിയ ഡിസൈൻ ഞാൻ വരഞ്ഞു കൊടുത്ത് KSRTCയിലെ മകനാണോ? അല്ല, അത് ഞാൻ വരച്ചതാണ്. മകൻ വരച്ചത് മറ്റു വണ്ടികളുടെ പുറത്തെ ചിത്രങ്ങൾ. അവനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി പുതിയ വണ്ടികളെല്ലാം അവരാണ് വരച്ചത്. ഫൈനൽ തീരുമാനം കഥകളിയൊക്കെ അവരാണ് വരച്ചത്. അതിൻ്റെ ഫൈനൽ തീരുമാനം ഞാൻ പറയും, ഇന്ന പോലെ മാറ്റം വരുത്താൻ പറയും, അത്രയേ ഉള്ളൂ. ഇത് ഡബിൾ ഡക്കർ ഞാൻ തന്നെ പഴയ ഒരു സിനിമയിൽ കണ്ട പ്രഭുദേവയുടെ ഒരു പാട്ടുണ്ട്, ഉർവശി ഉർവശി. അതിനകത്തൊരു വണ്ടി ഇങ്ങനെ അക്രലിക് ഷീറ്റ് വെച്ചൊരു ലൈലിൻ്റെ ബസ് പുറയിട്ട് ലൈറ്റ് ഇട്ട് ആ സാധനം മനസ്സിൽ കിടപ്പുണ്ട്. അത് വെച്ചിട്ട് ഈ ഡബിൾ ഡക്കറിനെ പൊളിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. പാപ്പനംകോട് വർക്ക്ഷോപ്പിലാണ് ചെയ്തത്. എന്നോട് അശോക് ലൈലൻഡിലെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, സാർ ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് അവർ ചോദിച്ചത്. അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. പാപ്പനംകോട് നമ്മളെ KSRTC മെക്കാനിക്കലും എഞ്ചിനീയർമാരുമാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അവർക്കൊക്കെ കഴിവും ടാലൻറ്റും ഉണ്ട്, പക്ഷെ ഉപയോഗിക്കുന്നില്ല. അപ്പം എങ്ങനെ ഇത് നന്നായി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പാപ്പനംകോട് ഡിപ്പോയിൽ ഒരു മാസം 13 ടാറ്റയുടെ എഞ്ചിനാണ് റീകണ്ടീഷൻ ചെയ്തിരുന്നത്. അപ്പോൾ എഞ്ചിൻ അവൈലബിൾ ആവാത്തതുകൊണ്ട് വണ്ടി പലതും ഷെഡിൽ കിടപ്പുണ്ടായിരുന്നു. ഇപ്പം 43 അത് AC ആക്കി. എല്ലാം അവർ വെയിറ്റ് ഒന്നും എടുക്കണ്ട, എല്ലാം ചെയിൻ ബ്ലോക്കിൽ പോകും. അങ്ങനെ പോകുന്നതുകൊണ്ട് ആധുനിക വർക്ക്ഷോപ്പാക്കി മാറ്റിയപ്പോൾ 13-ൽ നിന്ന് 43-ലേക്ക് പ്രൊഡക്ഷൻ മാറി. ഒരു മാസം 13 എഞ്ചിൻ്റെ സ്ഥാനത്ത് 41 എഞ്ചിൻ പണിഞ്ഞു വരും. അപ്പം എഞ്ചിൻ എക്സസ്സാണ്. മനസ്സിലായി. നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂടിയപ്പോൾ എക്സസ്സാണ്. ലൈലൻഡ് വണ്ടി 16ഓളം എഞ്ചിൻ ഇപ്പം അവിടെ പുതുതായിട്ട് തുടങ്ങിയ യൂണിറ്റിൽ ചെയ്തു വരുന്നു. പിന്നെ അവിടെ പോയി ഷാജ ഒന്ന് കാണണം, ഇതുമായി ബന്ധപ്പെട്ടെന്ന് കാണണം. അവിടെ ഒരു മോഡേണൈസേഷൻ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു മുറി എന്ന് പറയുന്നത് ഒരു ലാബ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക്, അവിടുത്തെ സ്റ്റാഫിന്, ആർക്ക് വേണമെങ്കിലും ഇൻവെൻഷൻസ് നടത്താം, വിദേശ രാജ്യങ്ങളുള്ളതുപോലെ. അതിൻ്റെ സോഫ്റ്റ്വെയറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പൈപ്പിനകത്ത് കയറുന്ന എയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ജീവനക്കാർക്കോ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കോ അവിടെ വന്ന് എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ നടത്താം. 4 സാധനങ്ങൾക്ക് നമ്മൾ പേറ്റൻ്റ് എടുത്തിരിക്കുക. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത് 4 സാധനങ്ങൾ പേറ്റൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരുണ്ടാക്കിയ സാധനങ്ങളാണ്. ഒന്ന്, ഈ വലിയ ഓള് പോലുള്ള വണ്ടിയുടെ ഗിയർ ബോക്സ് ഇളക്കിയെടുക്കുന്ന ഒരു ജാക്കിയാണ്. കണ്ടു കഴിഞ്ഞാൽ ജാപ്പനീസ് നിർമ്മിതാന്ന് തോന്നുന്നു. കണ്ടു എത്ര ഫിനിഷാണ്. അവിടെ കിടന്ന സാധനത്തിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്താണ്. മറ്റൊന്ന് ഒരു ഇൻസുലിനേറ്ററാണ്, പുകയില്ലാതെ തീയിൽ എന്തും കത്തി ചാമ്പലാകുന്ന ഒരു ഇൻസുലിനേറ്ററാണ്. അത് അവരുണ്ടാക്കിയതാണ്. ഞാൻ ഒരെണ്ണം വിലയ്ക്ക് വാങ്ങിച്ചു അവരെ. കാരണം എൻ്റെ ആനയുടെ വേസ്റ്റ് എല്ലാം കൂടെ എല്ലാം ഓലയൊക്കെ നനഞ്ഞ ഓല ഇത് കത്തിച്ച് കളയാൻ ഉണങ്ങി കത്തി കിട്ടും. അത് നമ്മൾ ഇതെടുത്തു, പേറ്റന്റ് കൊടുത്തിരിക്കുകയാണ്. പേറ്റന്റ് എടുക്കുക. പിന്നെ അതുപോലെ വിൽക്കാൻ പോവാണ്, നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ് ആ സാധനം. ആ പേറ്റന്റിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗിയർ ബോക്സ് പൊളിക്കുന്നൊരു മെഷീൻ, ഹൈഡ്രോളിക് ഒരു മെഷീൻ. അതുകൂടാതെ പുതിയൊരു സാധനം കണ്ടുപിടിച്ചത്, ഒരു ഈ പുതിയ വണ്ടികളിൽ ഒരു സൈലൻസറുമായി ബന്ധപ്പെട്ട ഒരു ഫിൽറ്ററുണ്ട്. പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടി Euro 6 ഭാഗമായിട്ട്, ഭാരത് 6 ഭാഗമായിട്ട് വരുന്നതാണ്. കാറുകളിലൊക്കെ ഉണ്ട്. ഇത് ചോക്ക് ചെയ്യും. ഇത് വന്നിട്ട് ഇങ്ങനെ കയറി നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ 10,000 രൂപയാണ്. മദ്രാസിൽ അയക്കണം. 10,000 രൂപയാണ് ഇതിൻ്റെ ചാർജ്. വെറും 11,000 രൂപയ്ക്ക് ഇത് 2 എണ്ണം ഒരേ സമയം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ KSRTC ജീവനക്കാർ മെക്കാനിക്ക് കണ്ടുപിടിച്ചു. ഒരു തവണ ക്ലീൻ ചെയ്യാൻ 10,000 കൊടുത്തുകൊണ്ട് ഒരു തവണ ഒരു മദ്രാസിൽ അയക്കണം, ക്ലീൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഒരു ദിവസം 2 എണ്ണം വെച്ച് ക്ലീൻ ഒരു മെഷീനകത്ത് ക്ലീൻ ചെയ്യാവുന്ന സാധനം. മൊത്തത്തിൽ മെഷീൻ്റെ ചിലവ് 11,000 രൂപ മൊത്തം ഉണ്ടാക്കാൻ. ഇതെല്ലാം അവിടുത്തെ പിള്ളേർ, അവിടുത്തെ മെക്കാനിക്ക് ഉണ്ടാക്കിയെടുത്താണ്. അവിടുത്തെ എഞ്ചിനീയർ അല്ല, അവിടുത്തെ മെക്കാനിക്ക് ഉണ്ടാക്കിയെടുത്താണ്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ. ഇതൊരു സാധനം പറയുന്നവർ കുശുമ്പുകൊണ്ട് പറയുന്ന, പക്ഷേ KSRTCയിൽ ഒരു 99% ജീവനക്കാരും ഞാനും ഒരു ടീമാണ്. ആ ടീം വർക്കാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. വിമർശകർ വെളിയിലുണ്ടെന്നേ. വിമർശകർ എന്ത് കണ്ടാലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ അത് രാഷ്ട്രീയമല്ലെന്ന് തോന്നുന്നതിന് ആൾക്കാരില്ലേ. അതുകൊണ്ട് പറയുന്നതാണ്. ഈ മാറ്റം എന്നുണ്ടായി? ആര്യട സാറ് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ട്, ഇത് താനേ അടഞ്ഞു പോകും. അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും തെറ്റായ ഒരു കാര്യം പറയത്തില്ല. അദ്ദേഹം പോലും പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ഇത് ഓടുന്നൊരു സാധനമാക്കി മാറ്റിയില്ല. ഈ പണ്ട് KSRTC വഴിയിൽ ഒരു ടയർ കേടായിപ്പോയാൽ ഒരു ബസ്സിൽ 4 പേര് വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി ഇല്ല. അതൊക്കെ മാറ്റി ചെറിയ വണ്ടി വാങ്ങിച്ചു കൊടുത്തു, അവിടെ എത്തും. ഈ ബ്രേക്ക് ഡൗൺ മാക്സിമം ഒരു ദിവസം 200 ടയർ ഇവർ തന്നെ മാറ്റുമല്ലേ. ടയർ വരുന്ന വണ്ടിയൊക്കെ ചെറിയ വണ്ടിയാക്കി അത് പെട്ടെന്ന് തന്നെ എത്തും. അത് അപ്പം തന്നെ അവർ മാറ്റി കൊടുക്കും. അവിടെ ഇട്ട് സത്യം പറഞ്ഞാൽ ഡ്രൈവറോ കണ്ടക്ടറോ തന്നെ മാറ്റിക്കണം. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ വണ്ടി അങ്ങനല്ലേ. ഇവിടെ ഒന്നും ചെയ്യില്ല. ഇപ്പം കഴുകുന്ന തന്നെ വളരെ നിർബന്ധിച്ചാണ് കഴുകുന്നത്. പലരും കഴുകുന്നുണ്ട്. ഇപ്പം നന്നായി സൂക്ഷിക്കുക. അവർക്ക് എന്താ അതൊരു, ഞാൻ പറഞ്ഞ ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ സൂക്ഷിച്ച് കൊണ്ട് നടക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്നറിയാം. ഈ ഒരു കുപ്പി പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, അതിനകത്ത് ഞാൻ ഈ കുപ്പി പ്രശ്നം ശരിയാണ്, വൃത്തിയാക്കണം. പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുന്നത് റീൽസൊക്കെ എടുത്ത് ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാകുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ. അതിൻ്റെ കാര്യം എന്താ പറയുക, ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ വന്ന് ഇത് എടുത്തത് മാധവഭൂമിയുടെ സ്റ്റിങ്ങറാണ്. സജി എന്തോണ പയ്യൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ ഇയാളോട് പറഞ്ഞ കുപ്പിയൊന്നും ഇടരുന്ന്, അതൊക്കെ നേരത്തെ എന്നെ കുപ്പി ഇടരുന്നൊരു ഉത്തരവുണ്ട്. എന്നിട്ടും ഇട്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ അയാൾക്കത് ഇത് ഇവരെടുത്തിട്ട് ഇവർ എന്നെ കൊടുത്തേച്ച് പറഞ്ഞു, ഇയാൾ യൂട്യൂബറേയും കൊണ്ട് നടക്കുകയാണ്. ഞാൻ അങ്ങനെ ആരെയും കൊണ്ട് നടക്കാറില്ല. ഞാൻ ആ സജി എന്ന് പറഞ്ഞാൽ അവർ അത് ഇപ്പോൾ കൊല്ലത്തെ മാതൃഭൂമി ലേഖനോട് ചോദിക്കും ആരാ ഇത് എടുത്തതെന്ന്. ഞാനല്ല എടുത്തത്, മാതൃഭൂമിക്കാരൻ എടുത്തത്. അവരെടുത്തിട്ട് അവരെന്നെ ഇട്ടിട്ട് അവർ തന്നെ പറഞ്ഞ്
ഒരു രസത്തിന് ഇയാൾ ആളെയും കൊണ്ട് കിടക്കണമെന്ന് പറഞ്ഞ് ആളാവുക. അത് ശരിയാണോ? സത്യം വേണ്ടേ പറയാൻ? മാധ്യമമാണെന്ന് പറഞ്ഞാൽ സത്യം പറയണം. അതായത് അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ച ക്യാമറയിൽ മൊബൈൽ ഫോണിലാണ് ഈ പയ്യനത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അവനെ ഒളിച്ചൊന്നുമല്ല ചെയ്താൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാമല്ലോ. ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ആളുടെ സ്ഥലം മാറ്റത്തെക്കുറിച്ച് അയാളൊരു കേസ് കൊടുത്തില്ല. ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലം മാറ്റം നടത്തിയ നടപടിക്ക് വേഗത കൂടിപ്പോയി, പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇയാളുടെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ശിക്ഷണ നടപടിയും സ്വീകരിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. നടപടിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ നടപടിക്രമത്തിലുള്ള പാളിച്ച പെട്ടെന്ന് മാറ്റി എന്നുള്ളതാണ്. മന്ത്രി പറഞ്ഞുകൊണ്ട് മാറ്റി, അതങ്ങനെയല്ല. മന്ത്രിയെ പറ്റിയൊന്നും കോടതി ഒന്നും പറഞ്ഞില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പ്രൊസീജിയർ കറക്റ്റായില്ല, അതുകൊണ്ട് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് നടപടിയും ഇയാൾക്ക് എടുക്കാൻ തൽക്കാലം ഇത് റദ്ദാക്കുന്നു എന്നേ പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറകെ പോയില്ല. ഈ ഒരു പാവപ്പെട്ട ഡ്രൈവറുമായിട്ട് എന്ത് യുദ്ധം ചെയ്യാം? ഇപ്പം വണ്ടിയിലില്ലല്ലോ. ഇപ്പം നമ്മളെന്താ, ഒരു വണ്ടിയിലും പ്ലാസ്റ്റിക് കുപ്പി കിടപ്പില്ല, എല്ലാ വണ്ടിയിലും ഡസ്റ്റ്ബിൻ വെച്ചു, ഒരുവിധം വണ്ടികളിലും ഡസ്റ്റ്ബിൻ വെച്ചു. നമുക്ക് വിദേശ രാജ്യത്തൊക്കെ ജീവിച്ചാണല്ലേ ഷാജൻ എന്ന് പറയൂ. ഒരു വൃത്തിയും വെടിപ്പൊക്കെ വേണം. ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഈ തെറ്റിദ്ധാരണ പരത്തുകയാണ്. കാരണം ഒരാളെ കരിവാരി തേക്കാൻ കിട്ടുന്ന ഒരു ചാൻസിന് ചെയ്യാന്നുള്ളത്. ഞാൻ സത്യത്തിൽ അത് പിന്നെ എൻ്റെ വണ്ടിയാലും ശരി, ഞാൻ വളരെ, നിങ്ങളിപ്പോൾ താഴെ കിടക്കുന്ന എൻ്റെ സർക്കാർ വണ്ടിയാണ്. എനിക്ക് സർക്കാർ ഒന്ന് പോയി നോക്കൂ ഷാജൻ, അതിനകത്ത് ഒരു ചപ്പോ ചവറോ ഒരു സാധനം കാണില്ല. ഞാൻ തന്നെ തൂത്തുവാരും. എനിക്കത് നിർബന്ധമാണ്. ഒരു വാഹനത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ വീടാണെങ്കിലും ശരി അടിക്ക് പറക്കി വൃത്തിയാക്കി വയ്ക്കും. ഞാൻ എൻ്റെ സാധനങ്ങൾ തുണി വെച്ച് തുടച്ചുകൊണ്ടിരിക്കും. ഈ പൊടിയും അഴുക്കുമൊക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ്. ഞാനത് കഴിയുന്ന വൃത്തിയാക്കി വയ്ക്കും. എൻ്റെ മണ്ഡലത്തിൽ വന്നിട്ട് ആശുപത്രികളിലെ ടോയ്ലറ്റ് കയറി നോക്കണം, മനോഹരമായി കഴുകി തുടച്ചിട്ടുണ്ട്. പത്തനാപുരത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒന്നും ആരും അറിയിപ്പും കൂടാതെ നിങ്ങൾ ക്യാമറയായിട്ട് ചെന്നിട്ട് പട്ടാഴിയിലോ പട്ടാഴി വടക്കേക്കരയുള്ള പബ്ലിക് ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലേക്ക് കയറിക്കോളൂ എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും. ഒന്നും നോക്കാതെ. സമാനമായ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായത്, എനിക്കത് ഇച്ചിരി ഇതാണെന്ന് തോന്നുന്നു, നെഗറ്റീവ് തോന്നിയത് കൊണ്ട് ചോദിക്കുന്നതാണ്. ഈ ഹോൺ അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോൺ അടിച്ച് ഇഷ്ടപ്പെടാം, അപ്പം തന്നെ പെർമിറ്റ് റദ്ദാക്കി. ഇഷ്ടപ്പെടാത്തതല്ല, ആ ഹോൺ അടിച്ചുകൊണ്ട് അമിത വേഗതയിൽ പോയതുകൊണ്ടാണ്. കാരണം ഒരു ബസ് സ്റ്റാൻഡിനുള്ളിലേക്കാണ് കയറുന്നത്. ഹോൺ അടിച്ചാൽ എനിക്കെന്ത്? ഹോൺ അടിച്ചില്ല. ഹോൺ അടിക്കുന്നത് സംസ്കാരം, വെളി രാജ്യങ്ങൾ അതൊരു നല്ല സംസ്കാരമല്ല. പക്ഷെ അവിടെ നിന്ന് ഒരാൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറി വരുമ്പോൾ ഹോൺ അമർത്തി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, അവിടെ കൊണ്ട് ആളെ ഇറക്കിയ ശേഷം വീണ്ടും അമർത്തി പിടിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്നു. ഇത് അരോചകമായ, കാരണം ഇത് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ മര്യാദയില്ലാത്ത വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ദുബായിലാണെങ്കിൽ ഹോൺ അടിക്കാൻ ചീത്ത വിളിക്കുന്നില്ല, ഒരു ബാഡ് വേർഡ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോഴൊക്കെ ചെന്ന് വണ്ടി എടുക്കുമ്പോഴേ, ഞാൻ ഇടയ്ക്ക് പോകുമല്ലോ, അറിയാതെ ഹോൺ അടിച്ച് പോകുമ്പോൾ ആളുകൾ വളരെ ബാഡ് ഹാബിറ്റാണ് അവിടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, അടിക്കാതെ നിവൃത്തിയില്ല, അടിച്ചേ പറ്റൂ. പക്ഷേ ഇതൊരു അനാവശ്യമായി ഒരു ബസ് ഓവർ സ്പീഡിൽ പോയതിനാണ് പിടിച്ചത്. നടപടിയൊന്നും എടുത്തില്ല, വിട്ടുകൊടുത്തു. കാരണം എനിക്ക് അങ്ങനെ ഒന്ന് ഭയപ്പെടുത്തണം എന്നുള്ളതല്ലാതെ ആരെങ്കിലും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഒരു ബസ് സ്റ്റോപ്പിനുള്ളിലേക്ക് അത്രയും വേഗത്തിൽ വണ്ടി വരേണ്ട കാര്യമില്ല. അവിടെ KSRTC ബസ് റൈറ്റിലേക്ക് കയറി വരും, പ്രൈവറ്റ് ബസ് അപ്പുറത്തേക്ക് കയറി പോകും. ഞാൻ വിചാരിച്ചു അതുവഴി ഏതോ വഴിയുണ്ടെന്ന് വിചാരിച്ചു. പിന്നെയാണ് അറിയുന്നത്, അവിടുത്തെ MLA പറയുമ്പോഴാണ് അറിയുന്നത് അവിടെ വഴിയില്ല, അവിടെ ബസ് സ്റ്റാൻഡ് അവസാനിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം സമയം കഴിഞ്ഞപ്പോൾ ഈ വണ്ടി എന്നെ ഹോൺ അടിച്ചുകൊണ്ട് പുറത്തോട്ട് അടിച്ച് പിടിച്ചിരിക്കുകയാണിത്. അല്ല, എനിക്കെന്ത് ഇറിറ്റേഷൻ, ആര് വെള്ളം വെച്ചാലും എനിക്കൊന്നുമില്ല, നല്ല ഓളെത്തി മൈക്ക് വെച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നടന്നു അല്ലേ, ആളുകൾക്കൊരു ഇതിങ്ങനെ ചെയ്യണമെന്ന്. ഇതൊക്കെ ചില മെസ്സേജുകൾ ഇനിയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കണ്ടിട്ട് ഷേക്കാൻ്റെ കൊടുക്കുക. കാരണം MG ശ്രീകുമാറിന് വരെ ഫൈൻ അടിച്ചു. അത് അദ്ദേഹത്തിന് ഫൈൻ അടിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു വ്യക്തി, ഒരു പ്രശസ്തനായ ഒരു സെലിബ്രിറ്റി ആയ ഒരാളിന് അദ്ദേഹത്തിന് ഫൈൻ അടിക്കുമ്പോൾ അതൊരു തെറ്റായ, അതിന് ഇല്ലായിരുന്നു. പക്ഷേ അടിച്ചപ്പോൾ ഒരു മെസ്സേജ് പോയി. നമ്മൾ ഇപ്പോഴാണ് റിയാൻ ആ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയാണത് ഇട്ടത്, അവരെ അറിവില്ലായ്മയാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഫൈനൊക്കെ അടച്ചെങ്കിലും ഒരു ബോധവൽക്കരണം ഉണ്ടായി. സാധാരണ MG ശ്രീകുമാറിന്റെ ഫൈൻ അടിച്ച് നമ്മൾ ചവറിടെന്താ കുഴപ്പമാവും എന്നൊരു ചിന്ത ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അല്ല, അദ്ദേഹം ഇട്ടു എന്നല്ലല്ലോ, അദ്ദേഹം ഇട്ടല്ലേ വീട്ടിൽ വയ്യാത്തൊരു വല്യമ്മ അത് തൂത്തുപ്പം അവർ ഇട്ടു എന്നുള്ള അവരെ മിസ്റ്റേക്ക്. അവർ വിചാരിച്ചാൽ അത് ഇനി മുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഇതിനെക്കാളും വലിയ സാധനങ്ങൾ പ്ലാസ്റ്റിക്കും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇപ്പം കായലിൽ ഇതുണ്ടല്ലോ പ്ലാസ്റ്റിക്, എന്തോരം പ്ലാസ്റ്റിക്കാണ്. കുട്ടനാടൻ കായലിൽ ഇറങ്ങിയാൽ, കുട്ടനാടെന്ന് പറഞ്ഞാൽ മാലിന്യ കൂമ്പാരമാണ്. അതെ. അപ്പം അതുകൊണ്ട് ഇതിനോടനുബന്ധിച്ച് ഗതാഗത വകുപ്പിലെ ചില കാര്യം കൂടെ പറയണം. ഞാൻ എനിക്ക് ഈ ഭരണത്തിന് ചോദിച്ചു, ഈ അങ്ങ് കുറേ പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചെങ്കിൽ ഇടയ്ക്ക് ആരെയോ ഭയപ്പെട്ട് നിർത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിൽ അതൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ഒരു പ്രത്യേക ലൈസൻസിങ് എടുത്തിട്ട് നമ്മൾ ഇന്റർനാഷണൽ കമ്പനികൾ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയില്ലായിരുന്നു. അതായത് ഒരു 2-3 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് തന്നെ നമ്മളെല്ലാം റെഡ് ലൈറ്റ്. അതിലേക്ക് പോയേ പറ്റൂ, കാരണം ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമാണ്. അതിലേക്ക് പോയി തന്നെ ആകണം. അതിനുവേണ്ടി അപേക്ഷകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ എല്ലാവരും കൂടി വിഷമത്തിലാക്കാൻ ഒരെണ്ണം സെറ്റ് ചെയ്യണമെങ്കിൽ 3 കോടി രൂപയ്ക്ക് മുകളിൽ വരണം. സാധാരണക്കാർക്ക് അത് അഫോർഡബിൾ അല്ല. പിന്നെ സൊസൈറ്റികൾ വരണം, കമ്പനികൾ വരണം. അപ്പോൾ കുത്തകകൾക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കിട്ടുന്ന അവധി വരെ പോട്ടെ. അപ്പോൾ ഇന്ത്യയിൽ ഹരിയാനയിൽ എവിടെയോ സ്ഥലത്തെ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തമിഴ്നാടൊക്കെ ചെയ്തു വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്മാറിയതാണ്. അല്ലാതെ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ഡ്രൈവിംഗാണ്.
ഇപ്പം ലൈസൻസ് ഒരുപാട് വൈകുന്നല്ലോ. വൈകുന്നതല്ല, കാരണം 40 ഒരു ദിവസം കൊടുക്കുള്ളൂ. കാരണം സ്ട്രിക്റ്റാണ്. കാരണം കേരളത്തിൽ, ഇന്ത്യയിൽ ജയിക്കുന്ന ശരാശരി കേരളത്തിൽ 49 മുതൽ 52% വരും. അങ്ങനെ ആക്കി. മറ്റേ 99.9% ജയിക്കുമായിരുന്നു. ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. അല്ല, അന്ന് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓടിക്കണ്ടായിരുന്നു. ഓടിക്കണ്ട. വരുന്ന 114 പേര് വന്നു. 114 പേരിൽ ഒരാൾ ഒഴിച്ചും 13 പേർക്കും ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം 12 പേർക്ക് ഹെവി ലൈസൻസ് കൊടുക്കുന്നു. 48 വണ്ടികൾ അദ്ദേഹം പരിശോധിക്കുന്നു. ബ്രേക്ക് ഉണ്ടോ, ലൈറ്റ് ഉണ്ടോ എന്ന് 48 വണ്ടി. അത്ര അത്ഭുതകരമായ, നമ്മൾ ഈ പുരാണത്തിൽ കർത്തവ്യാർജുനൻ എന്ന് പറയും, 1000 കരങ്ങളുള്ള ഒരു അസുരനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഒരു അസുരൻ അങ്ങനെ പലരും കൊടുത്തിരുന്നു. അത് നിന്നു. ഇപ്പം വളരെ ഇതാണ്. കാരണം കേരളത്തിലെ ലൈസൻസിന് ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ട്. ആയോ കേരളത്തിൽ? അല്ല, അങ്ങനെയാണ്, തീർച്ചയായിട്ടും കിട്ടും. വിദേശത്തൊക്കെ ഇന്ത്യയിലെ ലൈസൻസിന് വിലയില്ലായിരുന്നു. വിലയില്ല. കാരണം ഇപ്പം കേരളത്തിലെ ലൈസൻസിന് വിലയുണ്ട്. കാരണം നമ്മൾ വളരെ ഡെയിലി ടെലിഗ്രാഫിന്റെ ഡൽഹി ലേഖകൻ ഡൽഹി ലൈസൻസിന്റെ കഥ അന്ന് ലണ്ടനിലെ പത്രത്തിൽ എഴുതി വായിച്ച് നാണം കെട്ട് തൊലിഞ്ഞു പോയിട്ട് ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. നാഗാലാൻഡിലൊക്കെ വണ്ടി കൊണ്ടുപോകണ്ടല്ലോ, വണ്ടി കാണണ്ടല്ലോ, വേണ്ട. ഇവിടെ ഇരുന്ന് ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ അവരവിടുന്ന് നാഗാലാൻഡ് രജിസ്ട്രേഷൻ വണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കും. അതൊക്കെ ഇന്ത്യയിൽ നിർത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ട് 48, 49, 52 എന്ന് പറയുന്ന ഈ രണ്ടാമത് എഴുതി തോറ്റവർ ഒന്നുകൂടെ എഴുതുമ്പോഴാണ് കിട്ടുന്നത്. പിന്നെ 40 എണ്ണം കൊടുത്താൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് മതി, കൂടുതൽ കൊടുക്കേണ്ട, കൂടുതൽ ടെസ്റ്റ് നടത്തണ്ട എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ നീണ്ടുപോകത്തില്ല? അല്ല, വരട്ടെ, കിട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ പോകുമ്പോൾ തന്നെ ഉള്ളൂ. ഇപ്പം ലണ്ടനിലായാലും ശരി, ഷാജൻ ഒരു ലൈസൻസ് എടുക്കുമ്പോൾ അത് കിട്ടാനുള്ള പ്രയാസമാണ്, അത് നഷ്ടപ്പെടുത്തണ്ട എന്ന് തോന്നുന്നില്ല. ഇവിടെ 10-15 കൊല്ലം ഓടിച്ച് ഞാൻ അവിടെ ചെന്ന് 3 തവണ എഴുതിയാണ് കിട്ടിയത്. അതാണ് പ്രശ്നം. കാരണം ആ സാധനം കളയൂ. ഈ 3 തവണ എഴുതിയുള്ള സാധനം പോകാതിരിക്കാനുള്ള കാര്യം, നമ്മൾ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ നമ്മളെ ഇപ്പോഴാണ് ഇവിടെ ബെൽറ്റ് ഡീലൊക്കെ തുടങ്ങിയത്. നമ്മൾ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ ആദ്യം വണ്ടി കയറാൻ, സാറേ ബെൽറ്റ് ഒന്ന് ഇട്ടേക്കണേ, ഇവിടെ 2000 രൂപ ഫൈനാ, എത്ര പൗണ്ടാന്ന് പറയും, ഞെട്ടിച്ച് അപ്പോൾ ഇടും നമ്മൾ. ഇവിടെ ഇപ്പോഴല്ലേ നിർബന്ധമാക്കിയതൊക്കെ. ഈ റോബിൻ ബസ്സുമായിട്ട് എന്തിനാ വഴക്കുണ്ടാക്കാം? ഞാനുമായിട്ട് വഴക്കൊന്നും എന്തൊക്കെയാ പറഞ്ഞായിരുന്നില്ല? അങ്ങനെ ഇല്ല, ഞാൻ ഒന്നും ഇല്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. അത് ഞാൻ വരുന്നതിന് മുമ്പുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ വന്നതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. റോബിൻ ബസ്സിന്റെ റണ്ണിങ് ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞു. ആ പ്രശ്നം തീർന്നു, കോടതി തീർന്നു. തമിഴ്നാട്ടിൽ കയറാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ അവർ ഭയങ്കരമായിട്ട് പിടിക്കുകയാണ്. കാരണം ഇല്ലീഗലാണ്. അതായത് ഈ കോൺട്രാക്ട് കാരേജ്, സ്റ്റേജ് കാര്യം രണ്ടാണ്. സ്റ്റേജ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് വെച്ച് ഓടുന്ന സാധാരണ പ്രൈവറ്റ് ബസ്. മറ്റേത് കല്യാണത്തിനും മറ്റും പോകാനുള്ള കോൺട്രാക്ട് കാരേജ്. ഈ കോൺട്രാക്ട് കാരേജിൽ ബോർഡ് വെച്ച് ഓടാൻ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. ബാംഗ്ലൂരൊക്കെ വണ്ടി പോകുന്നില്ല, വൈകിട്ട് ഇവിടുന്ന് പോകുന്ന ബോർഡിലെ ബസ്സുകളൊക്കെ ഉണ്ട് പ്രൈവറ്റ്. അവർക്ക് ബോർഡ് വയ്ക്കാൻ പാടില്ല. ആ കണക്കനുസരിച്ച് അവർ ഓൺലൈൻ വഴി ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമേ എടുക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്ക് ഇറങ്ങുന്നതൊക്കെ ഇല്ലീഗലാണ്. പിന്നെ ഇത്രയും ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യത്തെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ആരും ചെയ്യുന്നില്ല. വേണേ പിടിക്കാവുന്നുള്ളൂ. നിയമപരമായി തെറ്റാണ്. കാരണം അതായത് ഷാജൻ ഒരു വണ്ടി പിടിക്കുന്നു, 30 സീറ്റുള്ളൊരു വണ്ടി പിടിക്കുന്നു, 30 കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്കൊരു ടൂർ പോകാം. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മറുനാടൻ്റെ ഒരു ടൂർ നിങ്ങൾക്ക് പോകാം. ബാംഗ്ലൂരിലേക്കോ കണ്ണൂർ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ നിങ്ങൾക്ക് വഴിയുന്ന ഒരാളെ കയറ്റാനോ ഇറക്കാനോ പറ്റില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ കയറ്റാൻ. മനസ്സിലായി. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ കിളിമാനൂർ നിൽക്കുകയാണ്, അദ്ദേഹത്തെ അവിടെ നിന്ന് കയറ്റാം. കൊട്ടാരക്കര അവിടെ നിന്ന് കയറ്റാം. അല്ലാതെ കാശ് പിരിച്ച് കോട്ടയം ടു ബാംഗ്ലൂർ അങ്ങനെയൊന്നും ചെയ്യുന്ന ഇല്ലീഗലാണ്. അത് പിടിക്കാം. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എന്നല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യത്തിൽ ഗണേഷ് കുമാർ കൈവച്ചാൽ എന്നോട് ദേഷ്യം വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. ഇല്ലീഗലാണ് അതിനകത്ത്. അതിലെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരൊരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോയി. ഇവരൊരു ബോർഡ് അങ്ങ് വെച്ചു. ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നൊക്കെ ഒരു ബോർഡ് വെച്ച്. അത് വെക്കാനേ പാടില്ല. അതിനകത്ത് ആൻ്റണി രാജുവും പിന്നെ ബിജു പ്രഭാകരനും ഒക്കെ എടുത്ത നിലപാട് നിയമപരമായി യാതൊരു തെറ്റുമുള്ളതല്ല. അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും ഒരു നിയമലംഘനം. അവർ പറഞ്ഞതൊന്നും തെറ്റല്ല. അത് അവർ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വന്നതിന് ശേഷം പിന്നെ ഇത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അത് മൈൻഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നമല്ലേ? മൈൻഡ് ചെയ്താണല്ലോ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കയറുന്നത്. അനങ്ങായിരുന്നാൽ പിന്നെ കയറത്തില്ല. ഒരൊറ്റ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം കൂടി ചോദിച്ചാൽ അതങ്ങ് തീരും. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്നും വണ്ടികൾ കൊണ്ടുവന്നു. അത് അവർ വണ്ടികൾ അവിടെ നിന്ന് കൊണ്ടുവന്നല്ല, പലയിടത്തും ആളെ കൊണ്ടുവന്നിട്ട് വണ്ടി ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അങ്ങ് പിണങ്ങിപ്പോയി. അതൊക്കെ ഇച്ചിരി ഒരു അല്ലല്ല. അതൊക്കെ കാരണം ഈ ഇന്നത്തെ കാലത്ത് വണ്ടി വാങ്ങാനൊക്കെ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഒരുപാട് പണിപ്പെട്ടിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പൈസ അനുവദിച്ച് മന്ത്രിസഭാ യോഗത്തിൽ വരെ കൊണ്ടുപോയിട്ട് 1064 വണ്ടി ഒരുമിച്ച് വാങ്ങിച്ചു. ഈ വണ്ടികൾ നമ്മൾ ഈ വണ്ടി എല്ലാ MLA-മാർക്കും പരാതി. വണ്ടിയില്ല, നാട്ടുകാർക്ക് RTOയ്ക്ക് വണ്ടിയില്ല. വളരെ മോശമായ ഒരുപാട് നാളിന് ശേഷം ഇത്ര ഒരുമിച്ച് വണ്ടികൾ വരികയാണ്. ഈ വണ്ടി അതിൻ്റെതായ രീതിയിൽ ലോഞ്ച് ചെയ്യണം. ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെതായ ഒരു പബ്ലിസിറ്റി വേണം. ഷാജൻ വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളാകാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മൊറയിൽ ഉയർത്താൻ. ഇപ്പോൾ KSRTCയിലെ പല കാര്യങ്ങളും നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് മൊറയിൽ, ജീവനക്കാരൻ്റെ മൊറയിൽ ഉയർന്നത്. ജീവനക്കാരൻ്റെ ഉയർന്ന മൊറയിലാണ് ഈ പറയുന്ന അവരെ 1-ാം തീയതി ശമ്പളം കൊടുത്തു.
ഇന്നലെ കൊടുക്കുന്നുണ്ടോ? കൃത്യമായി കൊടുക്കില്ലേ? 1-ാം തീയതി ഇന്നലെ 1 കോടി. അതെങ്ങനെ നിങ്ങൾക്ക് കാശ് എത്ര ഉണ്ടോ? ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് സർക്കാർ 50 കോടി തരുന്നുണ്ട്, ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് പിന്നെ സർക്കാർ തരുന്ന പൈസ അടച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ നമുക്കൊരു 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ നേരം ഒരു ദാരിദ്ര്യം വരത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഗുണം. പലിശ കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മറ്റ് ചിലവുകൾ കുറയ്ക്കണം KSRTCയുടെ. മറ്റേത് ഈ വണ്ടി കൊണ്ടുവന്നപ്പം ഇത് ഒരുപാട് നാളിന് ശേഷമാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെ ഒരു പബ്ലിസിറ്റിയോടെ ഇറക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ വണ്ടിയും നിരത്തിയിടുക, അതനുസരിച്ച് ചെയ്യണമെന്ന് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ വണ്ടിയും ഇട്ടിട്ട് AC ഇട്ടിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അധികരിക്കുകയാണ്. അതായത് 60 വണ്ടിയിൽ ഈ 2 ഉദ്യോഗസ്ഥർ വെച്ചിരിക്കുകയാണ്. അങ്ങ് താഴെ കനകുന്നിന് താഴെ വരെ ഇങ്ങനെ പാമ്പ് കിടക്കുകയാണ് ഈ സാധനം. കാണാനൊക്കില്ല ആർക്കും. ഈ സദസ്സിൽ എൻ്റെ പേഴ്സൺ സ്റ്റാഫിലെ 4 പേരും, KSRTCയിലെ 4 ഡ്രൈവർമാരും, പിന്നെ പാർട്ടിയുടെ 10 പേരും, എല്ലാം കൂടി ഒരു 12 പേര് ഇരിപ്പുണ്ട്. മോശമല്ലേ? സ്ഥലത്തെ MLA ഉണ്ട്, ഞാനുണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു പബ്ലിസിറ്റിക്ക്. അപ്പം MVDക്ക് ഇത്രയധികം വണ്ടികൾ വന്നു. വന്നിട്ടും അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു. അവർ വണ്ടിയിലിരിക്കുകയാണ്, AC ഇട്ട് സുഖമായിട്ട് വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവരോട് നമ്മൾ ചിരിച്ച് കാണിച്ചിട്ട് കാര്യമുണ്ട്? അത് മോശമല്ലേ? അപ്പോൾ വേണ്ട, ഇന്ന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ല മനോഹരമായി പേരൂർക്കട ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇഷ്ടംപോലെ നിരത്തിയിട്ട് മനോഹരമായ ഒരു ചടങ്ങ് നടത്തി നല്ല രീതിയിൽ അത് നടത്താൻ കഴിയും. അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഇതൊക്കെ ഇതൊരു പബ്ലിസിറ്റിക്കല്ല, വ്യക്തിയുടെ പബ്ലിസിറ്റിക്കല്ല, ഇത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മുറയിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ KSRTC ബഡ്ജറ്റ് ടൂറിസം ഈ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഇറക്കി ഭയങ്കരമായ പബ്ലിസിറ്റി വരുന്നതിൻ്റെ ഗുണം KSRTCക്കാണ്. ഇപ്പോൾ മോഹൻലാലിനെ കൊണ്ടുവന്നു, അദ്ദേഹത്തെ ബ്രാൻഡ് പിന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ അദ്ദേഹം അദ്ദേഹത്തെ ഫിലിം നമ്മൾ ആഡ് ഷൂട്ട് ചെയ്യണം. KSRTCയിലെ പഴയ കാര്യങ്ങൾ ഷൂട്ടിങ് പ്രിയദർശനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഡേറ്റ് അദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്തു തരാണ്. മോഹൻലാൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നു, പ്രിയദർശൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നു. നമ്മൾ മറ്റ് സെറ്റപ്പുകൾ മാത്രം നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ല ഷൂട്ടിങ്ങിനുള്ള. അത് ഈ ഗ്രീൻ മാറ്റിൽ ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ അത് സെറ്റാവും. അതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രാൻഡ് അംബാസഡറല്ല, പണം വാങ്ങിക്കൊണ്ടല്ല, ഒരു ഗുഡ് വിൽ അംബാസഡറായിട്ട് അദ്ദേഹം KSRTCയിലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിയദർശനാണ് ഷൂട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പൈസയൊന്നും കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ തന്നെ അദ്ദേഹം ചെയ്തു തരാണ് നമുക്ക്. അത് എന്നോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്, അല്ലാതെ ചെയ്യുന്നതല്ല. എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മോഹൻലാലിനെ കൊണ്ടുവന്നു, ആദ്യത്തെ ഓൾഡോ ബസ്സിൽ കയറ്റി, അതൊക്കെ വലിയ പബ്ലിക്. പിന്നെ ഒരു എക്സ്പോ നടത്തി. ഈ എക്സ്പോ ഒക്കെ നടത്തിയത് KSRTC വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ഏതൊരു സാധനത്തിൻ്റെ പബ്ലിസിറ്റി. ഈ എക്സ്പോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് KSRTCയിലെ പുതിയ വണ്ടികളെല്ലാം ജനങ്ങളെ കാണിച്ച് ജനങ്ങളെ മനസ്സിലേക്ക് കയറിയത് കൊണ്ടാണ് ആ ഓണത്തിന് ആദ്യമായി 12 കോടി കടന്നു. ഇത് കഴിഞ്ഞ ഉടനെ 12 കോടി കടന്നു, പിന്നെ 13-ലെത്തി. അല്ലെ, നമ്മൾ 10 കഴിഞ്ഞ് 11-ലേക്ക് പോകുമെന്ന് വിചാരിച്ചു, പിന്നെ 13-ലേക്കാണ് പോയത്. 12 തൊട്ടില്ല. അപ്പം ആ ഒരു പബ്ലിസിറ്റി, കാരണം ഇത് നശിച്ചു കിടന്ന സ്ഥാപനമല്ല, ഇത് നന്നായി എന്ന് ജനങ്ങളെ ബോധ്യം. അതുപോലെ MVDയിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന പരിഷ്കാരം, ഞാൻ വരുന്ന സമയത്ത് 10 മാസം 12 മാസം കഴിഞ്ഞാണ് ലൈസൻസ് കൊടുത്തിരുന്നത്. അതെന്താ ചിന്തിക്കാത്തത്? ഇപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് ആക്കി. ലൈസൻസിന് ഞാൻ പാസ്സായാൽ 2 മണി 3 മണിയോടെ എൻ്റെ ഫോണിൽ ലൈസൻസ് റെഡിയായി. എനിക്ക് ഏത് അക്ഷയയിൽ കൊണ്ടു കൊടുത്താലും എനിക്ക് പ്രിൻറ്റ് ചെയ്ത്, ഏത് കടയിൽ കൊടുത്താലും അവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. ലാമിനേറ്റഡ് കാർഡ് എൻ്റെ കൈ കൊണ്ടുവിടാം. അതിലെ QR കോഡ് മാത്രമാണ് റീഡ് ചെയ്യുന്നത്. QR കോഡ് അതിനകത്തുണ്ടല്ലോ. പിന്നെ രജിസ്ട്രേഷൻ ലൈസൻസ്, RC ബുക്ക് എന്ന് കിട്ടുമായിരുന്നു. ഒരു കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്, അവർ കൊടുക്കത്തുമില്ല, വാങ്ങിക്കത്തുമില്ല, അവർ തരത്തുമില്ല, അവരെ കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞ് അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മാസം 9 മാസം ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ ലോറിയൊന്നും സംസ്ഥാനം വിട്ട് വെളിയിൽ പോകാൻ പറ്റില്ല. കാരണം 8 മാസം 9 മാസം കഴിഞ്ഞല്ലേ ഇത് കിട്ടിയാലേ സംസ്ഥാനം വിട്ട് പുറത്തു പോകാൻ പറ്റും, പെർമിറ്റ് എടുക്കാൻ പറ്റൂ. സാധനം വേണ്ടേ? ഡിജിറ്റലാക്കി കൊടുത്തു. ആ പിറ്റേ ദിവസം സാധനം റെഡിയാണ്. ലൈസൻസ് ഇന്ന് എടുത്താൽ അടുത്ത പരിപാടി എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ടാബ് വാങ്ങിച്ചു കൊടുക്കലാണ്. പാസ്സായി എന്ന് ഇത് ഗൾഫിലൊക്കെ ഉള്ളതുപോലെ പാസ്സായി എന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ഗ്രൗണ്ടിൽ വെച്ച്, ഇപ്പം ഞാൻ ടെസ്റ്റ് എഴുതി പാസ്സായി, പാസ് എന്ന് ഇവിടെ അടിച്ചാൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പം തന്നെ ആ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിനും എൻ്റെ ഫോണിൽ ലൈസൻസ് കിട്ടും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതുപോലെ സമയമുണ്ടോ? സമയമില്ലെങ്കിലും അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ട്രാക്കിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് നടന്നുപോയി. ഞാനും വേണ്ടാന്ന് പറയാതിരുന്നാൽ മതി. അങ്ങ് ചുമതലയേറ്റ ഉടൻ ആദ്യം കേട്ടൊരു വിവാദം ഈ അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്ന ശ്രീജിത്തുമായിട്ടുള്ള ഓട്ടക്കാൻ എന്തായിരുന്നു? അദ്ദേഹം ഒരു എന്ത് പറ്റി? അയാൾ എന്താണ്? ഉടക്കൊന്നുമില്ല, എൻ്റെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് മേശയിൽ ഇടിച്ചിട്ട് ഇറങ്ങി പോയതൊക്കെ കേട്ടെ. പക്ഷെ മേശയിൽ ഇടിച്ചിട്ട് ഞാൻ മാറ്റിയൊന്നുമില്ലല്ലോ. അങ്ങനെ പഴയ ഗണേഷ് കുമാറല്ല. പണ്ടൊക്കെയാണെങ്കിൽ അപ്പം തന്നെ മാറ്റും. അപ്പോൾ എൻ്റെ മകൻ അവിടെ നിൽപ്പുണ്ട്. അപ്പം ചോദിച്ചു, അച്ഛാ മാറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല മോനെ, മറ്റത്തില്ലടാ. എന്താണ് ഈ പഴയ ഗണേഷ് മാറ്റം? പഴയ ഗണേഷ് പറഞ്ഞാൽ അന്ന് തന്നെ മാറ്റണമെന്ന് പറയും. മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു മാറ്റിയേ കിട്ടായിരുന്നു. ഞാൻ ഇല്ല, വേണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ പ്രശ്നം? ഒന്നുമില്ല. പുള്ളി ഈ പറഞ്ഞ സായം മുമ്പ് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ള കാര്യം കള്ളം പറയേണ്ട കാര്യമില്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉടൻ തന്നെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളും അടച്ച് ഈ 3 കോടിയുടെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു യോഗം വിളിച്ചു. ഈ യോഗത്തിൽ വെച്ച് അവർ പറഞ്ഞു, സാർ അങ്ങനെ ഇല്ല,
എന്ന് പറഞ്ഞാൽ അവർ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സംഘടനക്കാർ ഒരു രേഖ എടുത്ത് കാണിക്കുകയാണ്. അതിനകത്ത് ഹരിയാനയിൽ മാത്രം ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ, തമിഴ്നാടില്ല, കർണാടകയില്ല. എന്നെ ധരിപ്പിച്ചത് ഈ മാസം 20-ാം തീയതി ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഡ്രൈവിംഗ് ടെസ്റ്റേ എടുക്കാൻ പറ്റില്ല എന്നാണ് കേന്ദ്രം അങ്ങനെ നിർബന്ധിക്കും. ഞാനും ആ സമയത്ത് എനിക്കും കിട്ടിയ ഫീഡ്ബാക്ക് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എന്നെ ഇത് വിശ്വസിച്ചുകൊണ്ട് യോഗം ചേർന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒത്തുകൂടിയിട്ട് കൺസോർഷ്യം ഉണ്ടാക്കിയെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തുടങ്ങണം. കാരണം കുത്തകകൾക്കൊന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഒരു സൊസൈറ്റി രൂപീകരിക്കുക, കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുക, തരാം എന്ന് പറഞ്ഞൊരു യോഗം വിളിക്കണം. ആ യോഗത്തിൽ വെച്ച് അവർ പറയുന്നു ഒരു സംസ്ഥാനത്തും ചെയ്തിട്ടില്ല, അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടുള്ള കടലാസ് ഇല്ല എന്ന് പറയും. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, കള്ളാലോ ഉള്ള കാര്യം പറയാണ്, എല്ലാവരും അങ്ങനെ ഒരു കടലാസ് ഉണ്ടോ? അപ്പോൾ പറഞ്ഞു ഉണ്ടോ, അത് പറയും ഇല്ല. എന്താണ് അത്? അവിടുന്ന് മിനിസ്ട്രി ഓഫ് റോഡ് സർഫസ് ട്രാൻസ്പോർട്ടിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞത് നമുക്കൊരു വിഷയമല്ല, നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമില്ല. അപ്പോൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും ക്ഷമിക്കണം, യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെയാണ് യോഗം. ആ യോഗം പിരിച്ചു വിട്ടാൽ മതി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, നിങ്ങൾ ഈ നിലയ്ക്ക് എന്നെ മുന്നോട്ട് പോയിക്കോളൂ. അത്തരത്തിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ചെയ്യുമ്പോഴേ ഇവിടെയും ചെയ്യുന്നുള്ളൂ, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവിടെ നിങ്ങൾ ക്ഷമിക്കണം, എല്ലാവരും പിരിഞ്ഞു പോകാം എന്ന് ഞാൻ പറഞ്ഞു. ഇത് നടന്ന സംഭവമാണ്. ഇത് രഹസ്യമായിട്ടല്ലേ അവർ പോയത്. അവർ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ മേശയിൽ ഇടിച്ചു എന്ന് പറയുന്നത്. എനിക്ക് ന്യായം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കാൻ. അവിടെ വെച്ചല്ല, അവിടെ നിന്ന് ഓഫീസിൽ വന്നതിന് ശേഷം അത്രയേ ഉള്ളൂ. അതൊരു പിണങ്ങി അദ്ദേഹത്തിന് പിണക്കം വന്നു, എനിക്ക് പിണക്കമൊന്നും തോന്നിയില്ല. എനിക്ക് കാരണം ഞാൻ എൻ്റെ ഭാഗത്തല്ലേ തെറ്റ്, കാരണം ഇവരെ വിശ്വസിച്ചു. എന്നിട്ട് ഈ ആളുകളെ പാവങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി, അവരെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവർ വേണമെങ്കിൽ സാറേ എങ്ങും ഒരു ഉത്തരവും ഇല്ല എന്ന് പറയുമ്പം ഉത്തരവുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഏതോ ഉദ്യോഗസ്ഥന്മാർ ചായ കുടിക്കാൻ വന്നപ്പം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്രിയോട് അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ നാണം കെടുത്തി. അപ്പം ഞാൻ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും പിരിഞ്ഞു പോകണം, നമുക്ക് നിങ്ങളുടെ സൗകര്യം പോലെ പതുക്കെ മതി, ഇപ്പോൾ ധൃതിയൊന്നുമില്ല എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിട്ടു. അതിലേ എനിക്ക് ചെയ്യാൻ പറ്റൂ, ഡെമോക്രസി അല്ലേ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എളുപ്പമാണോ? സാധാരണഗതിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മരുമകനും മാത്രം മതി, ബാക്കി ആരും വേണ്ട, എങ്ങനെ മന്ത്രി എൻ്റെ 2 വർഷത്തിനിടയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ മുന്നോട്ട് വെച്ച എല്ലാ പ്രപ്പോസലും അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ എൻ്റെ വകുപ്പിൽ അദ്ദേഹം ഇടപെട്ടു. ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ പലരും ചെന്ന് ആ മിനിസ്റ്റർ അടുത്ത് പറയണം, ട്രാൻസ്പോർട്ടിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന മറുപടി, നിങ്ങളുടെ മന്ത്രിയുടെ പോയി സംസാരിക്കും. ഉദ്യോഗസ്ഥൻ തന്നെ പോയിട്ട് നിങ്ങൾ പറഞ്ഞ മേശപ്പുറത്ത് ഇടിച്ചു പറഞ്ഞ ആൾ തന്നെ പോയി കണ്ടിട്ട് പറഞ്ഞു ഇല്ല എന്നോട് സംസാരിക്കേണ്ടത്, നിങ്ങളുടെ മന്ത്രിയോട് സംസാരിക്കും എന്നാണ് എൻ്റെ കാര്യത്തിൽ. വകുപ്പിലെ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. അല്ല, സുപ്രധാന നിയമനങ്ങളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെട്ടില്ല, ഒറ്റ കാര്യത്തിലാണ്. പക്ഷെ മറ്റു ചില വകുപ്പുകളിൽ അദ്ദേഹം വകുപ്പ് സെക്രട്ടറി. എൻ്റെ അനുഭവം ഞാൻ തുറന്നു പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ KTDFC പോലുള്ള സ്ഥാപനം രക്ഷിക്കാൻ 100-600 കോടിയുടെ എഴുതിത്തള്ളലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്, ക്യാബിനറ്റിൽ കൊണ്ടുപോയിട്ട്. അതല്ലാതെ ഇന്നേ ദിവസം വരെ ഷാജനെ ആളെ എങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്, ഇന്നേ ദിവസം വരെ മുഖ്യമന്ത്രി എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നാൽ നിങ്ങൾ ഗണേഷ് കുമാറിനെ നിങ്ങളെ മന്ത്രിയെ കണ്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞു വിടുന്നതല്ലാതെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയോ ഇന്ന് വരെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചിട്ടില്ല, ഒരു സ്ഥലം മാറ്റത്തിന് പോലും പറഞ്ഞിട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ഡ്രൈവറെ കണ്ടക്ടറെ സ്ഥലം മാറ്റാൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യം പറയണമല്ലോ, ഇല്ലാത്ത കാര്യം തന്നെ പറയുന്നത്. ഈ CATU യൂണിയൻ എങ്ങനെ ഒതുക്കിയത്? അല്ല, എല്ലാ യൂണിയൻകാരായിട്ടും നല്ല കോൺഗ്രസുമായിട്ട് നല്ല സൗഹൃദമാണ്, CATU-ആയിട്ട് നല്ലതാണ്. പണ്ട് ഞാൻ UDF നയിക്കുന്ന കാലത്ത് CATU-ആയിട്ട് നല്ല സൗഹൃദമായിരുന്നല്ലോ 2001. അല്ല, അവിടെ യൂണിയൻ്റെ പ്രശ്നമല്ല, അവർ ഈ തച്ചങ്കരി അടക്കമുള്ളവർ വളരെ മിടുക്കരായിരുന്നു. അവർക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ആദ്യം അവരിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവർ പൊക്കിയും കടിക്കും. അതെ, തച്ചങ്കരി പോലും ആളെ കണ്ടിട്ടില്ല, സാറാണ് ഭയങ്കരം എന്നൊക്കെ പറയും. എന്നിട്ട് പതുക്കെ ഈ ട്രേഡ് യൂണിയൻകാരും ഇവർ ഓരോ ഐഡിയകൾ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇദ്ദേഹം ചെറുതായിട്ട് വഴങ്ങാന്നാണ്, പൊക്കി അടിച്ചല്ലോ, ഇത് സ്വാഭാവികമാണ്. അപ്പം ഈ അവർ തച്ചങ്കരി നല്ല ആശയമുള്ള ആളാണ്, പക്ഷേ തച്ചങ്കരി ഇത് പല കാര്യങ്ങളും നല്ലതാണ്, ബിജു പ്രഭാൻ്റെ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെ പൊക്കിയും കടിക്കും, ഇവരാണ് ഭയങ്കര ദൈവം, ഇത് കണക്ക് ഒരാളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കളക്ടർമാർ ജില്ലയിൽ സ്ഥലം മാറി വരുമ്പം PRD വഴി ഒരു ശ്രമമുണ്ട്. ഈ കളക്ടർ പണ്ട് കഞ്ഞി കുടിച്ച് കിടന്ന ആളാണ്, സ്കൂളിൽ പഠിച്ചപ്പം ബാഗ് തൂക്കാതെ റബ്ബർ ഇട്ട് ബുക്കും കൊണ്ടുപോയ ആളാണെന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കും. അതെ അതെ. അപ്പോൾ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഈ ഏത് കളക്ടർ ഏത് ജില്ലയിൽ ചാർജ് എടുത്താലും വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഒരു ഇവരെല്ലാം കൂടെ ഇതാണ് രക്ഷിക്കാൻ വന്ന ആളെന്ന് പറയും. പറഞ്ഞിട്ട് പതുക്കെ ഇവരുടെ അജണ്ടകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇവരെ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ തിരിച്ച് 1936 KSRTC-യിലേക്ക് തിരിച്ചു. ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ആധുനിക KSRTC-യാണ്, 2025 KSRTC-യാണ്. ഓപ്പറേഷൻ വരെ ഷാജൻ കണ്ടുപോയാണ്. തമ്പാന ഒരു ദിവസം ഒന്ന് പോയി സന്ദർശിച്ച് നോക്കൂ. കിഴക്കേക്കോട്ടയിലെ ഓഫീസിൻ്റെ മുകളിൽ MD-യുടെ കെട്ടിടത്തിനകത്ത് ഓപ്പറേഷൻ കമ്പ്യൂട്ടറൈസ്ഡാണ്. അതായത് നിങ്ങൾക്ക് കാണാം കേരളത്തിൽ ഓടുന്ന മുഴുവൻ വണ്ടികളെയും ഡിജിറ്റലായിട്ട് മൂവ്മെൻറ്റ് കാണാം, ഓരോ വണ്ടിയുടെയും ആ നിമിഷം വരെയുള്ള കളക്ഷൻ കാണാം, ഏതൊക്കെ വണ്ടികൾ അടുത്തടുത്ത് വന്ന് ബഞ്ച് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും. ഈ ബഞ്ചിങ് ഒഴിവാക്കുമ്പോൾ ഈ വരിയായിട്ടുള്ള യാത്ര ഒഴിവാകുമ്പോൾ കളക്ഷൻ കൂടും. അതെ. മറ്റൊരു 2 ഫോണും ഒരു മേശയുമായിരുന്നു കൺട്രോൾ റൂം എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. കൺട്രോൾ റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ
സ്പേസ് റിസർച്ച് സെൻറ്ററിൽ പോയതുപോലെ ഇരിക്കും. അങ്ങനത്തെ വാൾ പിന്നെ അത് ഡിജിറ്റൽ ഒട്ടും വാളിനകത്ത് സൗകര്യമില്ലാത്ത കെട്ടിടമുണ്ടോ അത്? KSRTC-യുടെ ആ ഫ്ലോറൊക്കെ ഒന്ന് മാറിപ്പോയി മേളിൽ പോയി കാണാൻ ഭയങ്കര സ്റ്റൈലാക്കിയിട്ടുണ്ടായിരുന്നു. വഴി പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്ങോട്ടാണ് എയർപോർട്ട് ഇപ്പോഴും. അതിനകത്ത് കയറി നോക്കണം, ഒരു ദിവസം ഒന്ന് സന്ദർശിക്കുക. കാരണം ഈ വർക്ക്ഷോപ്പ് KSRTC തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട് പാപ്പനംകോട്. ഇതൊക്കെ അവിടുത്തെ ആ മെഷീനും എഞ്ചിനൊക്കെ നേരെ മുറിച്ചിട്ട് അതിൻ്റെ ഫങ്ഷനിങ് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം KSRTC ജീവനക്കാരുണ്ടാക്കിയതാണ്. ഈ 90% ജീവനക്കാരും നമ്മളോടൊപ്പം തന്നെയാണ്. ഉണ്ട്. 95% ജീവനക്കാരും എന്നോടൊപ്പം ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഒരു താല്പര്യമാണ് ഇതിൻ്റെ വളർച്ച. എന്ത് കൊടുത്താലും അവരത് ഏറ്റെടുക്കും. ശബരിമലയിലൊക്കെ നടന്ന മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടല്ലോ, എല്ലാം അവർ പോയിട്ട് ഈ പട്ടാളം വരുന്നത് പോലെ അവർ വന്ന് അവരെ മെക്കാനിക്കുകളെല്ലാം. ഇപ്പം എയർ കണ്ടീഷനില്ലേ, പാലക്കാട് ഓഫീസ് എയർ കണ്ടീഷനാണ്, ജീവനക്കാർ കിടക്കുന്ന മുറി എയർ കണ്ടീഷനാണ്. കരുനാഗപ്പള്ളിയിൽ ജീവനക്കാരെ മുറി പണിത് ഞാൻ തന്നെയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഞാനാണ് AC വെച്ച് കൊടുത്തത്. ഇപ്പോൾ ജീവനക്കാർ യാത്ര കഴിഞ്ഞ് എല്ലാ ബസ് സ്റ്റേഷനും പുതുക്കി പണിയാണ്. കൊട്ടാരക്കര, കൊല്ലം, കായംകുളം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, എറണാകുളം, അവിടെ എല്ലാം ജീവനക്കാർ കിടക്കുന്ന മുറികൾ എയർ കണ്ടീഷനാണ്. യാത്ര കഴിഞ്ഞ് അവർ വരുമ്പോൾ സുഖമായി കിടന്നുറങ്ങുക, സുഖമായിട്ട് ഓടിക്കുക. ആക്സിഡൻറ്റ്, കള്ളു കുടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ട് കള്ളുകൂടി നിർത്തി. അത് തടഞ്ഞതുകൊണ്ട് മേജർ ആക്സിഡൻറ്റ് KSRTCയുടെ ചരിത്രത്തിൽ 3-1 കുറഞ്ഞു. ഇപ്പം ഇങ്ങോട്ടൊന്ന് ഇടിയാണ്. പിന്നെ KSRTC ജീവനക്കാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി. കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ഇന്നലെ ഒരു സഹോദരിക്ക് 1 കോടി രൂപയാണ് കൊടുത്തത്. ഒരു വ്യക്തി മരിച്ചു, ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയാണ്, ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്ക്, ഭാര്യയ്ക്കും 1 കോടി രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞു. ഇൻഷുറൻസാണ്. ഇതൊന്നും ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നലെ അത് നല്ല കാര്യം പറയില്ലല്ലോ നമ്മളെ ഇതിന്. ഞാനൊരു കാര്യമുണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ സാധനം പറയട്ടെ. ഞാൻ പത്തനാപുരത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിലൊരു സ്ഥാനം എനിക്കുണ്ടെന്ന് വെച്ചത്. അവരെവിടെ ചെന്നാലും ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ നിന്നല്ലേന്ന് പറഞ്ഞൊരു കസര ഇട്ട് കൊടുക്കും. അതാണ് ഇന്ന് പത്തനാപുരത്തെ സ്ഥിതി. കാരണം ഗണേഷ് കുമാറിനെ ഇഷ്ടമാണ് ജനങ്ങൾ. അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട്. നിങ്ങളൊരു പത്തനാപുരത്തുകാരനാണെന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിൻ്റെ ആളാണല്ലേ, ബാ ഇരിക്കും എന്ന് ഇറങ്ങിപ്പോടാ വെളിയിൽ നിന്ന് ആരും പറയും. അതാണ് പത്തനാപുരത്തുകാരെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം. ഈ KSRTC ഇത്രയും ചെയ്തത് എന്തിനെന്ന് വെച്ചാൽ, എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങൾ, ജനാധിപത്യമാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അവൻ രാജ്യം ഭരിക്കുന്നു. എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വകയാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഒരു മന്ത്രി എന്ന നിലയിൽ, വ്യക്തിപരമായിട്ട് അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരോട് അതിന് മറുപടിയില്ല. പക്ഷെ ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, നിങ്ങളെ MLA അവൻ കൈയിട്ട് വാരുന്നവനല്ലേ, അവൻ കഴിവുകെട്ടവനല്ലേ എന്നാരും പറയില്ല. KSRTC വന്ന വളർച്ചയുടെ ക്രെഡിറ്റ് പത്തനാപുരത്തെ ജനങ്ങൾക്കാണ്. ഈ KSRTC ബസ്സുകൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള വലിയൊരു പരാതി ഉണ്ടല്ലോ. കുറേ വണ്ടികൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, പുതിയ വണ്ടികൾക്കെല്ലാം ഉണ്ട്. മറ്റു വണ്ടികൾക്ക് ഇൻഷുറൻസ് വേണമെന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നമുക്കൊരു ലംസം എമൗണ്ട് ഇരിപ്പുണ്ടെന്നല്ലേ. നമ്മളൊരു ഫണ്ടിലേക്ക് നിക്ഷേപിക്കും. ആ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കും. അതിൽ തന്നെ സാധനം ആലോചിക്കണം. 283 MACT കേസുകൾ വിധിയായത് ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തു. അതായത് മുതൽ കൊടുത്തു. കാരണം 5 ലക്ഷം രൂപ ഒരു പാവപ്പെട്ട ആളിന് വിധിക്കുക, അത് കൊടുക്കാതിരുന്ന് പലിശയുടെ പരിചയമായിട്ട് മൂത്ത് കിടക്കുകയായിരുന്നു. അതിൽ തന്നെ KSRTCക്ക് 1.5 കോടിയുടെ ലാഭമുണ്ട്. 283 കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലീഗൽ സർവീസ് അതോറിറ്റി വഴി സെറ്റിൽ ചെയ്തു. അതായത് പലിശ വേണ്ടാന്ന് എഴുതാന്ന്. ഇപ്പം 5 ലക്ഷം രൂപ വിധിച്ചു ഒരാൾക്ക്. പുല്ലൂരിൽ ഒരു പയ്യനെ ഇതുപോലെ വിധിച്ചിട്ട് അവൻ്റെ അച്ഛൻ മരിച്ച കേസിൽ പൈസ 15 ദിവസം കിട്ടുന്നറിഞ്ഞ് അവൻ സന്തോഷം കൊണ്ട് അവരുടെ കൂടെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഒന്ന് സെൽഫി എടുത്തു. കാരണം ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചല്ല. കാരണം ഈ 5 ലക്ഷം രൂപ വിധിച്ച ഒരു പാവപ്പെട്ട മനുഷ്യന് ഹൈക്കോടതി പോയി ഒരു കേസിന് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വക്കീലിന് 3 ലക്ഷം രൂപ കൊടുക്കും. ഇത് അവിടെ സെറ്റിൽ ചെയ്യണം, നേരെ കോടതി വഴിയാണ്, ലീഗൽ സർവീസ് അതോറിറ്റി വഴി. അപ്പം കമ്മീഷനൊന്നുമില്ല. വിധിച്ച 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അത് മതിയെന്ന് എഴുതി തന്നാൽ 30 ദിവസം കൊടുക്കാമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ സമ്മതിച്ചത്. 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാം. അങ്ങനെ 283 കേസുകൾ തീർന്നു. 283 കേസുകൾ തീരുമ്പോൾ കോടതി വ്യവഹാരം, വക്കീലിൻ്റെ ഫീസ്, അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഇതെല്ലാം പോയില്ലേ. തൊഴിലാളികൾക്കെതിരെ 3500 കേസുണ്ടായിരുന്നു. ഇൻറ്റേണൽ വണ്ടി തട്ടി മറ്റത് അതെല്ലാം സെറ്റിൽ ചെയ്ത് 1000 താഴെ കേസുകൾ ഇനിയുള്ളൂ. അതിങ്ങനെ പുതിയത് വന്നുകൊണ്ടിരിക്കും. അതെ, 1000 താഴെ കൊണ്ടുവന്നു. ഇതൊക്കെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുകയാണ്. ഈ ഓഫീസ് കൊണ്ടുവന്നു, KSRTCയുടെ പണം ചിലവാക്കാതെ. അത് എൻ്റെ ഐഡിയ ആണ്. MLA-മാരുടെ ഫണ്ട് ചോദിച്ചു, ഞാനടക്കമുള്ള MLA-മാർ ഫണ്ട് തന്നു. എല്ലാ ഓഫീസിലും കമ്പ്യൂട്ടർ വാങ്ങി വെച്ചു, ഈ ഓഫീസാക്കി മാറ്റി. ജോലി കുറഞ്ഞു. ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ഒരു ദിവസം 1 മണിക്കൂർ ജോലി പോലും ഇല്ല, ബാക്കി ചുമ്മാ ഇരിക്കാൻ. ഇതെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ തിരുവനന്തപുരം മേയറുമായിട്ട് എന്താണ് ഈ മല്ല് പിടിക്കാൻ പോയത്? അല്ല, അദ്ദേഹം തന്നെയാണ് വന്നത്. പിന്നെ അതങ്ങ് സെറ്റിൽ ചെയ്ത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് തോന്നുന്നത്. കാരണം ഇത് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് എന്നെന്തോ പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് അത് സംസാരിച്ചു. കോർപ്പറേഷൻ വാങ്ങി കൊടുത്തല്ലേ? അല്ലല്ല,
അതൊരു സ്കീമാണ്. അതായത് നഗരവികസനം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, പേരൂക്കട മുതൽ അമ്പലമുക്ക് വഴിയുള്ള ഡ്രെയിനേജ്, പൈപ്പ് ലൈന്, ഇതെല്ലാം കൂടി ചേർത്ത് ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്. എയർപോർട്ട് വരെയുള്ള അങ്ങ് തൈക്കാട് വരെയുള്ള റോഡ്, നമ്മുടെ പേരൂക്കട തൈക്കാട് റോഡ്, ഈ സ്മാർട്ട് റോഡ്, ഇതെല്ലാം കൂടി ചേർത്ത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചപ്പോൾ തിരുവനന്തപുരവും അതിൻ്റെ ഭാഗമായി മാറുന്നു. അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 500 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്, 500 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്, 134 കോടി രൂപ കോർപ്പറേഷൻ ചിലവാക്കണം. അപ്പം ഞാൻ പറയുന്ന കണക്ക് കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇതിൽ മേജർ ഷെയർ കേരളത്തിൻ്റെ തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് അതിലൊരു കമ്പോണൻറ്റ് മാത്രമാണ് ഇത്രയും ബസ്സുകൾ എന്ന് പറയുന്നത്. അപ്പം 113 ബസ് എന്ന് പറയുമ്പോൾ ഒരു ബസ്സിന് 1 കോടി രൂപ വെച്ച് 113 കോടി രൂപയാണ്. ഇത് വെറും 2500, ഞാൻ സാധനം കണക്ക് തരാം, 2500 രൂപ ശരാശരി വാങ്ങിക്കൊണ്ടാണ് ഈ ഇലക്ട്രിക് ബസ് നഷ്ടത്തിൽ ഓടുകയാണ്. അതായത് ഒരു ദിവസം മുഴുവൻ ഓടിയാൽ ഈ ബസ്സിന് കിട്ടുന്ന 2500 വില എത്രയാണ്? നമ്മൾ കോസ്റ്റ് അക്കൗണ്ട് ചെയ്യണം. 1 കോടി രൂപ പ്ലസ് ടയറിൻ്റെ തേയ്മാനം, കറണ്ട് ചാർജ്. ഈ കറണ്ട് ചാർജ് ചെയ്യുന്നത് വൈകിട്ട് 8 മണി മുതൽ 10 മണി വരെ പീക്ക് അവേഴ്സാണ്. അപ്പോഴും ചാർജ് ചെയ്തില്ലെങ്കിൽ രാവിലെ ചാർജ് ഉണ്ടാവില്ല. ഇത് ഓടിക്കൊണ്ടിരുന്ന വെറും 60% നമ്മളെ ഈ എഫിഷ്യൻസി ഉണ്ടായിരുന്നുള്ളൂ. അതായത് 30% അത് വണ്ടി ഒതുക്കണം, 90% കയറില്ല, 80 ആകുമ്പോൾ നിർത്തിക്കൊണ്ടു, ഫുൾ ചാർജ് ചെയ്യാൻ പാടില്ല. ഇതിനെ കാലിബ്രേറ്റ് ചെയ്തു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ 70-75% നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ 2500 രൂപയിൽ നിന്നും ഒരു ശരാശരി ബസ്സിൻ്റെ വരുമാനം 8500 രൂപയിലേക്കും 16000 രൂപ കിട്ടുന്ന വണ്ടിയുണ്ട്. ശരാശരി 8500 9000 രൂപ ഒരു വണ്ടിക്ക് ഉണ്ടാക്കിയെടുത്തു. അത് തെറ്റാണോ? ഇത് നിലനിൽക്കണ്ടേ? 1 കോടി രൂപ വാങ്ങിച്ച വണ്ടിക്ക് എന്നാൽ പോലും ലാഭമല്ലല്ലോ. നമ്മൾ കോസ്റ്റ് അക്കൗണ്ട് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ആ പ്രശ്നം തീർത്തു. അപ്പം മേയറെ സംബന്ധിച്ച് മേയറോട് ആരും പറഞ്ഞു കൊടുത്തില്ല, നമ്മുടെയാണ് ഇത് വഴിവിട്ട് ആറ്റിങ്ങിലൊക്കെ ഓടുന്നു എന്നൊക്കെ പറഞ്ഞ്. ഫീഡ് ചെയ്യാതെ സിറ്റിയിലേക്ക് ആൾ വരില്ല. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്, 50 കോടി രൂപയ്ക്ക് KSRTC വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഈ വണ്ടി സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കാം, അതിന് മാത്രമേ കാശ് കാണൂ. ഇത് മിക്സ് ചെയ്ത് ഓടിക്കുന്നതുകൊണ്ടാണ് പൈസ കിട്ടുന്നത്. ആറ്റിങ്ങിൽ നിന്ന് വരുന്ന ഒരാളെ നമുക്ക് കോർപ്പറേഷൻ അതിർത്തിയിൽ കൊണ്ടുവന്ന് കഴക്കൂട്ടത്ത് ഇറക്കി വിടാൻ പറ്റത്തില്ല, എന്നിട്ട് വേറെ വണ്ടി കയറിക്കൊള്ളാൻ പറയാൻ പറ്റത്തില്ല. അത് മണ്ടത്തരമാണ്. അപ്പോൾ അതുകൊണ്ട് യാത്രക്കാർക്ക് സുഖമായി ഓട്ടോറിക്ഷ എന്താ മലയാളി വിടാത്തത്? വീട്ടിൻ്റെ വാതൊക്കെ കൊണ്ടുവന്ന് പടിയുടെ മുമ്പിൽ ഇങ്ങനെ ഇറക്കി വിടുന്ന ഓട്ടോറിക്ഷക്കാരനാണ് ലോകത്ത് ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാരൻ അല്ലേ? അല്ലാതെ നിങ്ങൾ അവിടെ ഇറങ്ങിക്കോ ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ കൊള്ളത്തില്ല. വീട്ടിൻ്റെ പടി കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ സൈക്കോളജി. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. മേയർ എന്നെ കണ്ടിരുന്നു. അദ്ദേഹം ഈ സംശയം, അപ്പോൾ അദ്ദേഹം സംശയം മാറി. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഈ ചില നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രാവിലെയൊക്കെ വണ്ടിയില്ലാത്തത്. അതും ഇപ്പം ഉദാഹരണത്തിന് പിന്നെ വട്ടിയൂർക്കാവ് ഭാഗത്തേക്ക് വരണമെങ്കിൽ കാട്ടാക്കടയിൽ നിന്ന് അവിടെ നിന്ന് കയറി വരണം വണ്ടി, അവിടെയല്ലേ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വീട് പണിക്ക് പോകുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് പോകാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യായമായ ആവശ്യമാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒരു ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് നാളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്യോഗസ്ഥന്മാർ കൈമാറി അവരൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേയറുമായിട്ട് ഞാൻ തന്നെ ഇരിക്കും. ഇത് ജനാധിപത്യമാണ്. രാഷ്ട്രീയം വേറെ, ജനങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയം ഞങ്ങൾ രണ്ട് കക്ഷിക്കാരായിരിക്കും, പക്ഷേ ജനങ്ങളുടെ ആവശ്യം ഞാൻ പരിഗണിക്കും. തീർച്ചയായിട്ടും ഒരു ഷെഡ്യൂൾ അവർ തരുന്ന സ്ഥലങ്ങൾ വെച്ച് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ അവരത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും മേയറുമായിട്ട് സംസാരിച്ചിട്ട് പരമാവധി ഈ പറഞ്ഞ ഒരു ഷോർട്ടേജ് പരിഹരിച്ചു കൊടുക്കും. പക്ഷേ സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിന് മനസ്സിലായി. ഞാനും അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഓടിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാം, ഈ 100 വണ്ടി സിറ്റിക്കകത്ത് മാത്രം ഓടട്ടെ എന്ന് വിചാരിക്കുക, 50 വണ്ടി വെളിയിൽ നിന്ന് വരട്ടെ എന്ന് വിചാരിക്കുക. ഈ 50 വണ്ടിക്ക് കളക്ഷൻ കാണും, മറ്റേ പൊളിഞ്ഞു പോകും, മറ്റേ തിരിച്ച് 2000-ലേക്കും 2500-ലേക്കും തിരിച്ചു പോകും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താ പറയുക, അതൊന്നും ആരോടുമുള്ള വിരോധമോ ഒന്നുമല്ല. ഈ ടൂറിസം പ്രോജക്റ്റുകൾ പലതും കൊണ്ടുവന്നല്ലോ. ഉദാഹരണത്തിന് മൂന്നാർ, തിരുവനന്തപുരം, അതൊക്കെ ലാഭകരമായിട്ടാണ് പോകുന്നത്. ഈ ബസ് ഭയങ്കര ലാഭമാണ്. മൂന്നാറിലെ ബസ്സിന് ഒരു ദിവസം കളക്ഷൻ നമുക്കൊരു ശരാശരി 42,000 രൂപ, 50,000 രൂപ, 52,000, 54,000 രൂപ കിട്ടും. 13,000 രൂപ ചിലവുണ്ട്. ഡ്രൈവറും ഡീസലും എല്ലാം ചേർത്ത് 13,000, 3 ട്രിപ്പാണ് ഒരു വണ്ടിക്ക്. അത് മുഴുവൻ പ്രോഫിറ്റാണ്. അതായത് 1 കോടി രൂപ കിട്ടുമ്പോൾ അതിൻ്റെ 60% 70% പ്രോഫിറ്റാണ് ഓടുന്നത്. തിരുവനന്തപുരത്ത് ഓടുന്ന വണ്ടിക്കും ഒരു 10 ദിവസം കൊണ്ട് നമുക്കൊരു 10-15 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ ലാഭം കിട്ടും. അത് ശരി. ഇത് ലാഭം നോക്കി തന്നെയാണ്. കാരണം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. ആദ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 21 ഡ്രൈവിംഗ് സ്കൂളുണ്ട്. MLA-മാരെല്ലാം എന്നോട് സഹകരിച്ചു. ഇപ്പോൾ പുതുതായിട്ട് 10 MLA-മാർ കൂടി പുതുതായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുവല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ലാഭകരമാണ്. ഡ്രൈവിംഗ് സ്കൂള് ഇതുവരെ തുടങ്ങിയിട്ട് ഇപ്പോൾ 10-11 മാസമേ ഉള്ളൂ. 2,86,00,000 രൂപ ലാഭമുണ്ട്. അതായത് പുതിയ വണ്ടി, പുതിയ ബൈക്ക്, പുതിയ കാറ്, 6 ലക്ഷം രൂപയുടെ സിമുലേറ്റർ, ഇതെല്ലാം വെച്ച് ഹാളും എയർ കണ്ടീഷൻ ചെയ്ത ഹാള് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും മെഷീനുകൾ, എഞ്ചിന് പരിചയപ്പെടുത്താനുള്ള പാർട്സ് എല്ലാം വെച്ചിട്ട് ഫുൾ ഫ്ലഡ്ജ് ഡ്രൈവിംഗ് സ്കൂളാണ്. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ തിരുവനന്തപുരത്ത് 4 മാസത്തെ ബുക്കിംഗ് ഉണ്ട്. അതെയോ? 4 മാസം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ.
മാത്രമല്ല KSRTC ജീവനക്കാർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് 20% ഡിസ്കൗണ്ട് ഉണ്ട് ട്രെയിൻ സ്കൂളിൽ. പിന്നെ SC/ST പെട്ടവർക്കും ഉണ്ട്. SC/ST കുട്ടികൾക്കും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് KSRTC. മറ്റുള്ളവർ, അതായത് മാർക്കറ്റിൽ ഒരു ആളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വാങ്ങുന്ന പൈസയേക്കാൾ 20% കുറച്ചാണ് SC/ST കുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ജീവനക്കാർക്കും കൊടുക്കുന്നത്. നമ്മൾ ജലഗതാഗതത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കുട്ടനാട്ടുകാർക്ക് വിഷമമുണ്ടാവും. അതിലെന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? ഒരു മനോഹരമായ കുട്ടനാട് പാക്കേജ് വരുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. അത് വർക്കൗട്ടായി ഒരു 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കൾച്ചറിനെയും ഈ ബോട്ടിങ്ങിനെ ബന്ധപ്പെടുകയാണ്. ആലപ്പുഴയിൽ വന്നിറങ്ങുന്നതിനാണല്ലേ രാവിലെ ഒരു ബോട്ടിൽ കയറ്റും. അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ കറങ്ങി കായലെല്ലാം കാണിച്ചു കൊണ്ടുവരുമ്പോൾ കയറ് നെയ്യുന്ന കാണിക്കും ഒരു സ്ഥലത്ത്. കയറെങ്ങനെയാണ് പിരിക്കുന്നത്, പഴയ ചാടിനകത്ത് അടിക്കുന്ന സ്ത്രീകളിങ്ങനെ നിന്നില്ലേ, ഇത് ചെയ്ത് കാണിക്കും. പിന്നെ ഈ ഓല കൊണ്ടുള്ള പമ്പരം, ഓല കൊണ്ടുള്ള തൊപ്പി, നമ്മുടെ പഴയ സാധനം ഓല പന്ത്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കും. കരവിരുത് അവിടുത്തെ ആൾക്കാർ. ഇത് നമ്മൾ കാണിച്ചതിന് ശേഷം നേരെ ഇവരെ കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് ഒരു കള്ള് ഷാപ്പും ഒരു ഹോട്ടലും സെറ്റ് ചെയ്യണം. അന്തരി എന്നുള്ള നിലയിൽ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്, കള്ളം പറയേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ തനതായ നാടൻ കള്ള്, അവിടുന്ന് ചെത്തുന്ന കള്ള് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കേരളത്തിൻ്റെ കുട്ടനാടൻ ഭക്ഷണം, കരിമീൻ പൊരിച്ചതും കരിമീൻ കറി വെച്ചത്, അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് പൊള്ളിച്ചത്, അതെല്ലാം വിൽക്കുന്ന ഒരു സാധനം. എൻ്റെ ഒരു സങ്കല്പമാണ്. തുടങ്ങാൻ പോവുക, തുടങ്ങാൻ എല്ലാം റെഡിയായി വരികയാണ്. എൻ്റെ സങ്കല്പമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ വരുമ്പോൾ ഒരു ചിത്രകാരൻ, ആ ചിത്രകാരനിരുന്ന് ഷാജിൻ്റെ ഒരു പടം വരച്ചു തരും. ഷാജിൻ്റെ ഒരു പടം വരച്ചു തരും. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്. നമ്മൾ ഇറ്റലിയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി കാണാം. വരച്ചു തരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാം. ഒരു 100 റുപ്പീസോ 200 റുപ്പീസോ അവിടെ വയ്ക്കും. അപ്പോൾ വെള്ള പേപ്പറിൽ അദ്ദേഹം സ്കെച്ച് ചെയ്ത് തരും. ഈ ആഹാരം കഴിച്ചവിടെ വെയിറ്റ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് നേരെ യാത്ര ചെയ്ത് പാതിരാമണലിലേക്ക് വരികയാണ്. പാതിരാമണൽ വരുമ്പോൾ അവിടുത്തെ പഞ്ചായത്തുമായി ചേർന്ന് നമ്മളവിടെ ഒരു ടൂറിസം ഇതാണ്. അവിടെ വന്ന് ഇറങ്ങുന്നവർ അകത്ത് നമ്മളൊരു ആംഫി, പാതിരാമണലിന്റെ കസ്റ്റോഡിയൻ ആരാ ഇപ്പം? പഞ്ചായത്തിൻ്റെ. അപ്പം പഞ്ചായത്ത് അതിനകത്ത് പ്രകൃതിയോട് പൊരുത്തപ്പെട്ട് കിടക്കുന്ന പുല്ല് മേഞ്ഞിട്ടുള്ള ഒരു ആംഫി തിയേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുവാദമുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംഫി തിയേറ്റർ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം അതിനകത്തൊരു അബാൻഡൻ ചെയ്ത് കിടന്നതാണ്. പക്ഷേ പഞ്ചായത്ത് അവിടെ ഒരു ചെറിയ പദ്ധതി തുടങ്ങി, ടൂറിസം. ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നല്ല രീതിയിലല്ല. ഇപ്പം നമ്മളിത് വരുന്ന സ്റ്റൈലാവും. ഈ ആംഫി തിയേറ്ററിൽ എല്ലാ ദിവസവും കലാപരിപാടി ഉണ്ടാവും. കലാപരിപാടി എന്ന് പറയുന്നത് നമ്മളിപ്പം ദുബായിലെ, ഇതെൻ്റെ മനസ്സിലെ സങ്കല്പം, ദുബായിലെ നമ്മുടെ ഡെസേർട്ട് ഡ്രൈവ് ഉണ്ട്. ഡെസേർട്ട് ഡ്രൈവിൽ അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ഫുഡൊക്കെ കഴിച്ച് ലിക്കറൊക്കെ കഴിച്ച് അവിടെ ബെല്ലി ഡാൻസൊക്കെ കണ്ട് വീണ്ടും തിരിച്ചു വരില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ബോട്ട് അവിടെ എത്തി. അവിടെ കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങൾ, ബെല്ലി ഡാൻസ് ഒന്നുമില്ല, ഫോക്ലോർ ആർട്സുകളാണ്. അതായത് ഇപ്പം നമ്മുടെ പണ്ട് അമ്പലങ്ങളിലൊക്കെ വില്ലടിച്ചാൻ പാട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാനില്ല. അങ്ങനെയുള്ള ഫോക്ലോർ ആർട്ടുകൾ, കടമ്പനിട്ട് അത് അങ്ങനെയുള്ള ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, പടയണി പോലുള്ള സംഭവങ്ങൾ കലാകാരന്മാരവിടെ. അപ്പോൾ കലാകാരന്മാർക്ക് ഒരു ജോലിയായി. എല്ലാ ദിവസവും ഒരു 4 മണിയോടെ അവിടെ എത്തും. ഈ കലാപരിപാടിയെ കണ്ടിന് 5:30 കൂടി അവിടെ നിന്ന് തിരിച്ച് ബോട്ട് പുറപ്പെട്ടാൽ 6:30 മണിയോടി ആലപ്പുഴ കൊണ്ട് തിരിച്ചു. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ല, അവിടെ ഫുഡിനുള്ള സൗകര്യം, അവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ്, അത് കുടുംബശ്രീയുടെ ചില സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അത് പഞ്ചായത്ത് ചെയ്യും. നമ്മൾ പഞ്ചായത്തുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. ഒരു 10-15 ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യും. റെഡിയാണ് സാധനം. ഇപ്പോൾ ആംഫി തിയേറ്ററിൻ്റെ ഒരു ഭാഗം പണിത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓഡിയൻസ് ഇരിക്കുന്ന ഭാഗം മാത്രമേ പണിയുള്ളൂ. പുല്ല് മേഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനമാണ്. പുല്ല് പോലൊരു സാധനമാണ് മേയുന്നത്. നാച്ചുറൽ ഒരു അതിൻ്റെ പ്രകൃതിയോട് പൊരുത്തപ്പെട്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. ഈ സ്വപ്നമൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്കും ഇലക്ഷൻ വരും, കാലാവധി കഴിയും. അതിന് മുമ്പ് നമ്മൾ തുടങ്ങിയിട്ട് കാലാവധി കഴിയത്തുള്ളൂ. അതിപ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാനത് പ്രസംഗിച്ചതാണ്. ഇങ്ങനൊരു സംഭവം കൊണ്ടുവരും എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അത് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ക്യാൻസർ രോഗികളായ ആൾക്ക് റേഡിയേഷനും ഒരാൾ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം. റേഡിയേഷനും കീമോയ്ക്കും പോകുന്നവർക്ക് സൗജന്യം എന്ന് പറഞ്ഞു. അത് ഡിജിറ്റൽ കാർഡ് ഏർപ്പെടുത്തി. അത് ക്യാൻസർ എന്നുള്ള വേർഡിൽ ഉപയോഗിക്കില്ല. അതിൽ ഹാപ്പി ലോങ് ലൈഫ് കാർഡാണ്. ഈ കാർഡ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനും വീട്ടിലെത്തിച്ചു കൊടുക്കും. KSRTC ജീവനക്കാർ അവരെ കൈ കൊണ്ടു കൊടുത്തിട്ട് കൈപ്പറ്റിയിരിക്കുന്ന എഴുതി വാങ്ങിച്ചുകൊണ്ട് വരും. ഒരു പൈസയും കൊടുക്കണ്ട. സൂപ്പർ ഫാസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഫ്രീ ആണ്. ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഇപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലുള്ള ആൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സ ചെയ്യുകയാണ്, അവിടെ മുതൽ അദ്ദേഹത്തിന് ഈ കാറിൽ. കാരണം പലരും പറയും സാറേ ക്യാൻസറാണ്, കീമോയ്ക്ക് പോകണം, ഡയാലിസിസ് ഇതിന് റേഡിയേഷൻ പോകണം, പൈസ വണ്ടിക്കൂലിക്ക് കാശില്ല എന്ന് പറയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അത് ഓർഡിനറി ബസ്സിലൊന്നുമല്ല, സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ വണ്ടികളിലും ഫ്രീ ആണ്. ഇത് 950ഓളം കാർഡുകൾ നമ്മൾ വീട്ടിലെത്തിച്ചു കഴിഞ്ഞു. പുതിയ അപേക്ഷ കിടപ്പുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പരിഹരിച്ച് സ്മാർട്ട് കാർഡാണ്. ഫോട്ടോയൊക്കെ അതിനകത്തുണ്ടാവും. അതിന് ചിപ്പുണ്ട്. അപ്പോൾ അത് റീഡ് ചെയ്യും. അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് കൃത്യമായി അപ്പോൾ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ, ഇത്ര നാൾ കീമോ ചെയ്യണം, ഇത്ര വർഷം, അത്രയും സമയം വരെ ഇതുണ്ടാവും. ഡോക്ടർ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഒരിക്കൽ കൂടി ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് വിശ്വാസമുണ്ടോ? ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തരംഗങ്ങളൊന്നും വിശ്വസിക്കേണ്ടതില്ല. അതിൽ വേറെ ചില ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഫലിച്ചു എന്നൊരു രാഷ്ട്രീയ, എൻ്റെ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ
പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു മാസം അല്ലെങ്കിൽ 20 ദിവസത്തിനകത്ത് വരുന്നൊരു വിഷയമുണ്ട്, ആ വിഷയം ഇലക്ഷനെ വല്ലാതെ സ്വാധീനിക്കും എന്നുള്ളൂ. സ്വാധീനിക്കും ഉറപ്പായിട്ടും സമയത്ത്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഈ ശബരിമല സ്വർണ്ണ വിഷയം വന്നു. ഈ വിഷയം അച്ഛൻ പറഞ്ഞ ഫോർമുല അനുസരിച്ച് ബാധിക്കും. പക്ഷേ ഞാനടക്കമുള്ളവർ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇത് ജനങ്ങൾക്കൊരു പ്രസക്തമായ വിഷയമല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ മറിച്ചായിരുന്നു അത്. ആ വിഷയം ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് നെഗറ്റീവായി ഭവിക്കുകയും ചെയ്തു. അതൊരു വലിയ ഘടകം തന്നെയാണ്. അതിനി ഇനി തുടരത്തില്ല. ഇല്ല, അതിൻ്റെ ഒരു കഴിഞ്ഞു. ആണോ? ഒരു പ്രാവശ്യം അടിക്കുകയുള്ളൂ, 2 പ്രാവശ്യം അടിക്കില്ല. ജനങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു പ്രാവശ്യം അടിക്കും പിന്നെ അടിക്കും. പക്ഷെ അതിങ്ങനെ ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പുതിയ ആളുകളും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടല്ലോ. ഇത് ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കും എന്ന് പറയുന്ന പോലുള്ളൊരു സംഭവമാണ്. പണ്ട് അച്ഛനൊരു തമാശ പറയും, ശബരിമലയിൽ ജോലിക്ക് പോകുന്നവർ ഈ പൈസ വലിച്ചെറിയും അവിടെ ഇങ്ങനെ. അപ്പോൾ അന്ന് 50 പൈസയ്ക്ക് ഒരു വടയും ചായയും കൂടെ കിട്ടുന്ന കാലമാണ്. അപ്പോൾ മുണ്ട് താത്തിട്ടിട്ട് കാലിനടി ചക്കയിറക്ക് വെച്ചിട്ട് അവിടുത്തെ ജീവനക്കാർ നടന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ കാലിനടി പറ്റുമല്ലോ, ഇത് അങ്ങോട്ട് മാറി നിന്ന് എടുത്താൽ 50 പൈസ വെച്ച് കിട്ടിയാലും മതിയല്ലോ. അപ്പം ഇത് അടിച്ചു മാറ്റി ജീവിച്ചതുകൊണ്ട് പണ്ട് ദേവസ്വം ബോർഡിലൊക്കെ പ്രസിഡന്റ് ആയിരുന്ന ആൾക്കാർ ഇതുപോലെ ഉരുക്കി വെച്ചേക്കുന്ന സ്വർണ്ണത്തിൽ വിരൽ മുക്കിയെന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ സ്വർണ്ണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നെ കൊടിമരത്തിന് ഉരുക്കി വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറയടാ, വലിയ അപകടമാണ്, ഇവർ പലരും വാഴയിലയിൽ കിടന്നാണ് മരിച്ചതെന്ന് പറയും. അതായത് കട്ടിൽ കിടക്കാൻ പറ്റില്ല, ബെഡ് സോർ വന്നിട്ട് പുറം പൊട്ടിയിട്ട് മെത്തേ കിടക്കാൻ പോകില്ല, പായിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ വാഴയിലയാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. വാഴയിൽ മരിച്ചു കഴിഞ്ഞാണ് സാധാരണ ഹിന്ദുക്കൾ വാഴയിലേ കിടത്തുന്നത്. ഇത് അച്ഛൻ പറയും, ഇങ്ങനെയൊക്കെ മോട്ടിക്കുന്നവന്മാർ വാഴയിലേ കിടന്നാൽ മരിക്കുന്നത്. കാരണം വാഴ കിടന്നാൽ മരിക്കുന്നത്. കാരണം വേറെ എങ്ങും കിടക്കാനോ പോകില്ല, വാഴയിലയിൽ മാത്രമേ കിടക്കാനോ, കാരണം ഒട്ടിപ്പിടിക്കും. ദൈവത്തിൻ്റെ മുതൽ കക്കുന്നവർക്ക് എല്ലാവർക്കും അതൊരു പാഠമായിരിക്കും. ഇവരൊക്കെ ഇത്രയും ഈ പാർട്ടി വിശ്വസിച്ച് ജപിച്ച് ഇവരൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഇല്ല, അതിന് പാർട്ടിയൊന്നുമില്ല. അത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചക്രക്കുടത്തിൽ കൈയിടുമ്പോൾ നക്കുന്നതിന് പാർട്ടിയൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകുന്നത്? ശരി, ദൈവമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദി അല്ലാത്ത ഒരാൾ എങ്ങനെ ഇതിൻ്റെ പ്രസിഡന്റും മെമ്പറും ഒക്കെ ആവും? അധികാര സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ സത്യപ്രതിജ്ഞയും. ഞാൻ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു മതത്തിലും ഹിന്ദു ആചാരങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആദർശം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇത് അവിടെ കുറേ ആളുകൾ ഈ ശബരിമലയിലൊക്കെ പണ്ട് തൊട്ടേ കുറേ ആളുകൾ താമസമുണ്ട്. അവരെ കച്ചവടങ്ങളും അവരെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ തന്ത്രിക്ക് അവകാശപ്പെട്ടു എന്നൊക്കെ പറയും, വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. അങ്ങനെ എന്ത് അവകാശമാണുള്ളത്? വാജിവാഹനൻ തന്ത്രിക്ക് അവകാശപ്പെടുത്തില്ല ഒരിക്കലും. അത് ഭഗവാന്റെ സ്വത്താണ്. ഭഗവാന്റെ സ്വത്ത് ഇതിൻ്റെ ഊരാളർ എന്ന് പറയുന്നത് ദേവസ്വമാണ്, ഇതിൻ്റെ ഉടമസ്ഥർ. പണ്ട് തറവാടുകളും നമ്പൂതിരിമാരെ കുടുംബങ്ങളും ഒക്കെ ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടൊരു അവകാശമുണ്ട് അവർക്ക്. അതായത് ആ ഒരു ഉടമസ്ഥൻ എന്നൊരു ഉടമസ്ഥാവകാശം ഇപ്പോൾ ദേവസ്വം ബോർഡിന് തന്നെയാണ്. അപ്പോൾ എന്ത് മുട്ടുസൂചി കിട്ടിയാലും അത് ദേവസ്വം ബോർഡിന് തന്നെയായിരിക്കും. അത് വേറെ ഒരു ന്യായങ്ങൾക്കും നിരത്തിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ആചാരം അനുസരിച്ച് ദേവസ്വം ബോർഡിന് തന്നെ ആയിരിക്കും. ഇതിൻ്റെ മുട്ടുസൂചിയാണെങ്കിലും അത് എടുത്ത പഴയ സാധനമാണെങ്കിലും പുതിയ സാധനമാണെങ്കിലും അതൊന്നും ആർക്കും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട സാധനങ്ങളാണ്. എല്ലാം ദേവസ്വത്തിൻ്റെ സ്വത്താണ്. ഇതെല്ലാം ക്ഷേത്രങ്ങളെല്ലാം തിരുവിതാംകൂർ രാജാവിൻ്റെ ആയിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് പിന്നെ ഹിന്ദു കുടുംബങ്ങളുടെ വകയുണ്ടായി. ഇതെല്ലാം കൊണ്ടുവന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ലയിപ്പിക്കുക. ഇനി തന്ത്രി നിയമനം എന്ന് പറഞ്ഞാൽ അതിപുരാതനമാണെന്ന് വിശ്വസിക്കരുത്. മഹാരാജാവ് ചിത്രേനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് അയ്യപ്പൻ്റെ ശബരിമല ക്ഷേത്രം ഇന്നത്തെ നിലയിലേക്ക് പണിയുന്നത്. അതിന് മുമ്പ് തീപിടുത്തവും ഒക്കെ ഉണ്ടായി. അങ്ങനെ വന്നതിന് ശേഷം പണിയുമ്പോൾ മന്നത്ത പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആർ ശങ്കർ പ്രധാനപ്പെട്ട 2 നേതാക്കളുണ്ട്. അവർ രണ്ടുപേരും ദേവസ്വം ബോർഡ് മെമ്പറുമായിരുന്ന ഒരു ആദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിൻ്റെ കാലത്താണ് ഇത് പണിയുന്നത്. അപ്പോൾ ആ പണിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ഇന്ന കുടുംബത്തിൽ നിന്നായിരിക്കും എന്ന് തീരുമാനിക്കുകയാണ്. അല്ല ഇവിടെ അയ്യപ്പൻ എവിടെയും ഇന്ന കുടുംബത്തിൽ നാളെ വിളിച്ചു അല്ലല്ല. അതൊക്കെ അത്ര ഇപ്പം നമ്മുടെ അവിടെ പല ക്ഷേത്രങ്ങളുണ്ട് പുതുക്കി പണിയും. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പഴയ ക്ഷേത്രങ്ങളുണ്ട്. ഇത് പുതുക്കി പണിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു തന്ത്രി കുടുംബത്തിൽ നിന്ന് ഒരു തന്ത്രി അവിടെ നമ്മൾ ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ആ പുതുക്കി പണിയുന്ന കമ്മിറ്റി പറയും ഇന്ന അദ്ദേഹത്തെ നമുക്ക് തന്ത്രിയായിട്ട് വയ്ക്കാം, ഇന്ന കുടുംബത്തിലെ വലിയ ആൾക്കാർ, അവർ പഴയ പൂജാരികളാണ്, അവരെ വിളിക്കാമെന്ന് കമ്മിറ്റി തീരുമാനിച്ചാൽ, ആ ഭരണസമിതി തീരുമാനിച്ചാൽ അത് തന്നെ തന്ത്രി. പിന്നെ അദ്ദേഹം തുടർന്ന് തന്ത്രിയായി തുടരും. തന്ത്രിയെ മാറ്റുന്ന അമ്പലങ്ങളും ഉണ്ട്. തന്ത്രി കുഴപ്പമാണെന്ന് കണ്ടാൽ മാറ്റുന്നവരും ഉണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. തന്ത്രി ആദ്യം ചെയ്യുന്ന പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം ഇത് തന്ത്രി ഭഗവാന്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെയല്ല, പിതാവും സാനിയെന്നല്ല, ആത്മാർപ്പണം ചെയ്യുകയാണ്. ആ ജീവാത്മാവിനെ ആവാഹിച്ച് പ്രതിഷ്ഠയിൽ സങ്കല്പമാണ്. അതുകൊണ്ട് അച്ഛനാവില്ല. അപ്പോൾ ആത്മാവിനെ ആവാഹിച്ച് കൊടുക്കുമ്പോൾ അത് തന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട്, ഭഗവാനെ പൂജിക്കേണ്ട ഒരു മൂലമന്ത്രമുണ്ട്. ഈ മൂലമന്ത്രം പൂജാരിയുടെ ചെവിയിലേക്ക് പറഞ്ഞു.
മന്ത്രിയാണേലും തന്ത്രിയാണേലും ഉപ്പ് നിന്നും വെള്ളം കുടിക്കുന്നതാണ്. സംശയമൊന്നുമില്ല കാര്യം. അത് കുടിക്കണം. കാരണം എന്താ പറയുക, നമ്മളിത് പൊതുമുതലാണ്. ഇത് ഒരു വ്യക്തി പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന. അതെ. ഒരു ഈ കാണിക്ക ഇടണോ എന്ന് ചോദിച്ചാൽ ഇടണം എന്ന് പറയുന്ന വേറെ ഒന്നുണ്ടല്ലോ. അത് പള്ളിയിലായാലും അമ്പലത്തിലായാലും എവിടെയാണെങ്കിലും മോസ്കിലായാലും കാണിക്കണം. ആ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ട്. അത് നമ്മൾ സംഭാവന. അല്ലെ ദൈവത്തിന് പണം ആവശ്യമില്ല. ഇനി എന്താണ് അങ്ങയുടെ ഒരു സ്വപ്നം? അങ്ങനെയൊന്നുമില്ല, സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളേ ഉള്ളൂ. 60 വയസ്സായിട്ടില്ലെന്ന് തോന്നുന്നു. ആയിട്ടില്ല. അപ്പൊ ഇനി ഒരു രാഷ്ട്രീയത്തിന് VS അച്യുതാനന്ദനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-25 കൊല്ലം കൂടെ അയ്യോ അത്രയും വേണ്ട. അത്രയൊന്നും അവർക്കൊന്നുള്ള ഒരു ആംബിയർ നമുക്കില്ല. അത്രയൊന്നും ആഗ്രഹമില്ല. പക്ഷേ നല്ല നല്ല നിലയിൽ നിൽക്കുമ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തും. പിന്നെ പത്തനാപുരത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? പത്തനാപുരത്ത് ഞാൻ പറയണത് അങ്ങ് 25 കൊല്ലമായിട്ട് അവിടുത്തെ MLA-ആണ്. ഇപ്പം മന്ത്രിയായതിനു ശേഷം ഇപ്പൊ പഴയ ഒരു മരണ വീടുകളിലും കല്യാണ വീട്ടിലും പോകുന്നില്ല. എല്ലായിടത്തും പോകുന്നുണ്ട്. ഈ മന്ത്രി ആയിരുന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരു മരണം നടന്നു എന്ന് അറിഞ്ഞാൽ ഉടൻ എത്താൻ പറ്റത്തില്ല. പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ എത്തും. കാരണം ഇവിടെ ഓരോ ദിവസം ഓരോ പുലിപാലല്ലേ ഇങ്ങനെ. കാരണം ഇത് തലവേദന പിടിച്ചൊരു വകുപ്പാണ്. വേറെ ഇപ്പോൾ സർക്കാർ ശമ്പളം കൊടുക്കും. ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രിയാണെങ്കിൽ വലിയ തലവേദനയില്ല. കാരണം ഈ ആരോഗ്യ വകുപ്പ്, ട്രാൻസ്പോർട്ട് വകുപ്പ്, ഇതൊക്കെ ജനങ്ങളുമായിട്ട് ഇങ്ങനെ തൊട്ട് നിൽക്കുകയാണ്. ഓരോ നിമിഷവും പ്രശ്നങ്ങളാണ്. നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ഇത് ഞാൻ ഈ വണ്ടി KSRTC ട്രാൻസ്പോർട്ടിന് വേണ്ടി ഇടപെട്ടത് എൻ്റെ നാട്ടുകാരുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്നെ തിരഞ്ഞെടുത്ത് വിട്ടിട്ട് ഞാനും ഇത് കുളമാക്കി എന്ന് പറയരുതല്ലോ എന്ന് വിചാരിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വിജയിക്കുകയും ഇത് നല്ല നിലയിൽ വരികയും ചെയ്യുമ്പോൾ അഭിമാനിക്കുന്ന പത്തനാപുരത്തുകാരാണ്. അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ്. പിന്നെ 25 കൊല്ലമായിട്ട് എല്ലാ മരണ വീട്ടിലും പോകുന്നുണ്ട്. പരമാവധി പോകാൻ പറ്റുന്നില്ല. സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ എത്തും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അവിടെ എത്തും. പിന്നെ ആൾ കൂടി നിൽക്കുമ്പോൾ ഷോ കാണിക്കാൻ ചിലപ്പോൾ അതിനുവേണ്ടി പോകുന്നവരുണ്ട്. ഞാൻ അങ്ങനെയല്ല. ഞാൻ എത്തും. പലപ്പോഴും ഉള്ള പ്രശ്നം അറിയാം. നമ്മൾ പിറ്റേ ദിവസം ചെല്ലുമ്പോഴാണ് ഈ കുടുംബക്കാരുമായിട്ട് സംസാരിക്കാൻ ആൾക്കൂട്ടമില്ലെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഈ കുടുംബക്കാരായിട്ട് നല്ലൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരെ ഈ കാര്യങ്ങളെല്ലാം അറിയാനും സംസാരിക്കാനും. അല്ലെ തിരക്കി ചെല്ലുമ്പോൾ അവരും കണ്ടു നമ്മളും കണ്ടു പോരാം എന്നുള്ളതല്ലാതെ നമ്മളും വന്നു എന്ന് ആളുകൾ പറയും. പിന്നെ അതുപോലെ ഒരു കള്ളത്തരം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പല വീടുകളിലും വഴിയിൽ നിന്നും ഏറ്റവും പാവപ്പെട്ട ഒരു വീട്ടിൽ ഞാൻ എത്താറുണ്ട്. ഏറ്റവും ഉന്നതികളിലൊക്കെ താമസിക്കുന്ന പാവങ്ങളുടെ വീട്ടിൽ ആകെ 2 മരണം വന്ന 5 പേര് കൂടുന്ന സ്ഥലത്തും ഞാൻ എത്താറുണ്ട്. അവിടെ ഉണ്ടെങ്കിൽ എത്തും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അവിടെ എത്തും. പിന്നെ ഞാനതെടുത്ത് ഫേസ്ബുക്കിൽ പോകുമ്പോൾ മരണ വീട്ടിൽ പോകുമ്പോൾ ഒരാളെയും കൂടെ കൊണ്ടുപോയിട്ട് ഫേസ്ബുക്കിലിടുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഈ പത്രങ്ങളോടും എൻ്റെ അമ്മ മരിച്ചപ്പോഴും അച്ഛനെ കാണാൻ വന്ന ചില ആളുകൾ, രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ തന്നെ ഫേസ്ബുക്കുകാരെയും കൊണ്ട് ക്യാമറയായിട്ട് ഒരാൾ ഷൂട്ട് ചെയ്യുന്നു, അവൻ ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോകുന്നു. അത് കാണുമ്പോൾ ആ വീട്ടുകാർക്ക് സന്തോഷം തോന്നുന്നു, ദുഃഖം തോന്നുന്നു. നമ്മൾ ദുഃഖം അന്വേഷിച്ചാണ് പോകുന്നത്. അല്ലെ നമ്മളവിടെ എത്തി എന്ന് നാട്ടുകാരെ അറിയിക്കാൻ പോകുന്ന ഒരു മര്യാദ ഇല്ലാത്ത രീതി കൊണ്ട് എനിക്കിഷ്ടമല്ല. ഞാൻ പോകാറുണ്ട്. ഒരുവിധം എല്ലാ മരണ വീട്ടിലും എത്തും. അത് വലിയ പ്രമാണിമാരുടെ വീട്ടിലെ ആൾക്കാർ മാത്രമല്ല, പാവപ്പെട്ടവരുടെ വീട്ടിലും ഉന്നതികളിലൊക്കെ താമസിക്കുന്ന പാവങ്ങളുടെ വീട്ടിലും ഞാൻ എത്താറുണ്ട്. ഈ ഒരു പരാതി കേട്ടത് അവിടുന്ന് ജർമ്മൻ ടെക്നോളജി റോഡിന്റെ കഥയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിച്ചെന്നാണ് പറയുന്നത്. ഇപ്പൊ തദ്ദേശ എന്ത് സംഭവിച്ചത്? അല്ല, അതൊരു ദുരുദ്ദേശത്തോടെ ചെയ്യുന്നതല്ലല്ലോ. കാരണം ആ ടെക്നോളജിയിൽ ചെയ്ത സ്ഥലത്ത് പണി തീർന്ന സ്ഥലങ്ങളിൽ നിന്നും റോഡിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എടുത്ത ആൾ കുഴപ്പമായി. പഞ്ചാബിൽ നിന്ന് ഒരാൾ വന്നു, ഒരു ടീം, ഒരു കമ്പനി വന്നു. ഈ കമ്പനിയെ നിശ്ചയിച്ച സർക്കാരാണ്, ഞാനല്ല. ഈ കമ്പനി വന്ന് പെട്ടെന്ന് പണി തീർക്കാമെന്നും പറഞ്ഞ് തുടങ്ങി. അവർ പണി ചെയ്ത് പകുതിയായപ്പോഴത്തേക്ക് ഇവർ തമ്മിലങ്ങ് അടിച്ചിട്ട് അവന്മാർ മുങ്ങി. അത് കഴിഞ്ഞ് വേറൊരു ഉടമസ്ഥൻ വന്നു. അവൻ്റെ ഭാര്യ കേസ് കൊടുത്ത്, പിന്നെ കുടുംബ വഴക്ക് കേസ് കൊടുത്ത് ജയിലിലാക്കി. ഇങ്ങനെ ഇവന്മാർ പരാതിയായി. പൈസ ഇപ്പം നമ്മൾ നിന്ന് അങ്ങനെ അത് പണി തീർപ്പിക്കാനുള്ള പരിപാടിയിൽ ഇപ്പം കൂടെ നിൽക്കുകയാണ്. കാരണം ഓരോ ദിവസം കിഫ്ബിയിൽ നിന്ന് അവർ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, CEO മീറ്റിംഗ് വിളിക്കുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവന് ചിരിച്ച് പൈസ കൊടുത്ത് ഇവനെ കൊണ്ട് പണി ഇപ്പം തീരും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ നമുക്ക് നമ്മൾ ജോലിശനെ വെച്ച് നോക്കാൻ പറ്റും. ഇതെങ്ങനെയാണ്, ഈ വരുന്ന ആളെങ്ങനെയാണെന്ന് നമുക്ക് അവൻ്റെ എക്സ്റേ എടുത്ത് പരിശോധിക്കാൻ പറ്റും. വന്നപ്പോൾ എന്താ ട്രെയിനകത്ത് 10,000 വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര യുദ്ധത്തിന് ഒരു നടക്കല്ലേ വന്നേ. ഭയങ്കര വാർത്തയൊക്കെ ആയിട്ട് നമ്മളും പേടിച്ചുപോയി. പക്ഷെ വന്നവനെ ദരിദ്രനും അത് കഴിഞ്ഞ് നമ്മര് തമ്മിലടിയും ഒക്കെ ആയി മാറും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. നമ്മളത് ഭയങ്കര സംഭവം രീതിയിലാണ്. ഞാൻ 1-2 കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ടെക്നോളജിയിലൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതൊന്നും അല്ല പ്രശ്നം. ആ പണിത്തടത്ത് ഒരു കുഴപ്പമില്ലല്ലോ. ഈ പണി അവൻ തീർക്കാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അതിപ്പോൾ പൈസ കൊടുത്ത് കുറേശ്ശെ പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടെ അങ്ങ് നിൽക്കുക. പിന്നെ അത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകും. കാരണം 2001 മുതൽ MK മുനീർ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഈ ഏനാത്ത് പത്തനാപുരം റോഡ് സ്റ്റേറ്റ് ഹൈവേ ആക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ അതുണ്ടായില്ല. അതിനുശേഷം പലപ്പോഴും നമ്മൾ ശ്രമിച്ചു. ഈ ചില വികസന കാര്യങ്ങളിൽ തൊടുമ്പോൾ അത് പത്തനാപുരത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പത്തനാപുരം ആശുപത്രിയൊക്കെ വളരെ പെട്ടെന്ന് 97 കോടിയുടെ വർക്ക് തീരാറായില്ല. ഏനാത്തുനിന്ന് പത്തനാപുരത്തിന് വഴിയുണ്ടല്ലേ? ആ റോഡാണ് ഈ പറയുന്നത്. ഒരെണ്ണം ഏനാത്ത് പത്തനാപുരം റോഡും ഒന്ന് പുന്നല പോകുന്ന ഈ പള്ളിമുക്ക് പുന്നല എന്ന റോഡാണ്.
അതിൻ്റെ ഒരു മേജർ പോർഷൻ തീർന്നു. ടാർ ചെയ്താൽ മതി. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത് ഇനി കലങ്ങും ഒന്നും പൊളിയാനും പണിയാനും പോകണ്ട, നിങ്ങൾ ടാർ ചെയ്ത് തീർത്തിട്ട് പോവുക, ബാക്കി കലങ്ങളൊക്കെ വേണമെങ്കിൽ വേറെ ഫണ്ട് കൊണ്ടുവന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അതിപ്പം സോൾവ് ചെയ്യും, കുഴപ്പമില്ല. അതിപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട്, വർക്ക് തുടങ്ങി. ഈ അങ്ങ് കുറേ കാലമായി ഈ മാധ്യമങ്ങൾ ഇതിന് അകലം പാലിച്ചിട്ട് എനിക്ക് ഒത്തിരി കാലത്തിന് ശേഷം തോന്നുന്നൊരു അഭിമുഖം തന്നെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചാനൽ, ഇപ്പം ഞാൻ കേട്ടത് അങ്ങ് പത്രവായനയും പോലും ഇല്ല, ചാനൽ കേൾക്കാറില്ല, എന്താണ് അതിൻ്റെ ഒരു അത് എന്നെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും കള്ളമായിരുന്നു. ഞാൻ അറിയാത്തതും കേൾക്കാത്ത കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് എഴുതി വിട്ടതും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മറ്റുള്ളവരെ പറ്റി പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള നിലയിൽ. പിന്നെ നെഗറ്റിവിറ്റി എനിക്കിഷ്ടമല്ല. ഞാൻ ആരോടും വന്നിരിക്കുന്നവരോട് നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ വിഷമിപ്പിച്ച് വിടത്തില്ല. ഞാൻ ഒരാളെന്നെ സമീപിച്ചാൽ പറ്റുന്ന പണി 58 നോക്കും സാധിച്ചു കൊടുക്കാൻ. പിന്നെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടത്തില്ല എന്ന് ആദ്യമേ പറയും. അല്ലാത്ത കാര്യമാണെങ്കിൽ എൻ്റെ പരമാവധി ഞാൻ ഉറക്കത്തിൽ പോലും അതിനുവേണ്ടി ചിന്തിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ശരി, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പത്തനാപുരത്തെ ജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, അയാൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തിരിക്കും. അതിനകത്ത് ഒരാൾക്കും അഭിപ്രായം പറയാൻ പറ്റില്ല. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു കാര്യം ഇന്ന വികസനം ഞാൻ തരാം എന്ന് പറഞ്ഞു. ഞാൻ രാഷ്ട്രീയ വികസനം കൊടുത്തു, ഒന്നും രാഷ്ട്രീയം നോക്കിയിട്ടില്ല. BJP മെമ്പർമാരുണ്ടായിരുന്നു, കോൺഗ്രസ് മെമ്പർമാരുണ്ട്. അവരൊരു കോൺഗ്രസ്സുകാരനോട് ചോദിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെയാണ് LDFൻ്റെ മെമ്പർമാർ ഒരേപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചവർക്കെല്ലാം അംഗൻവാടി വേണം, അംഗൻവാടി, IMAX ലൈറ്റ് വേണം, IMAX, സ്കൂള് വേണം, സ്കൂള്. ഒരു രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഞാൻ ആരോടും രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ആരുടെയും ജാതി ചോദിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരോടും ജാതി ചോദിച്ചിട്ടില്ല. അങ്ങക്ക് അവിടുത്തെ പെന്തക്കോസ്റ്റൽ സഭയായിട്ട് നല്ല ബന്ധമല്ലേ? ഞാനത് നല്ല ബന്ധം. എല്ലാവരും എല്ലാ സഭകളും പ്രാർത്ഥിക്കുന്നു. ഞാൻ യേശുവിനെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ആണോ? യേശുവിനെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്ക് യേശുവിനെ വലിയ, എൻ്റെ അമ്മയ്ക്കും യേശുവിനെ വലിയ വിശ്വാസമായിരുന്നു, അച്ഛനും വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു യേശുവിനെ. അമ്മ പൂജാമുറിയിൽ അങ്ങനെ ഒരു യേശുവിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകാൻ ഞാൻ ഒരുപാട് വിഷമിച്ച് കിടന്ന ഒരു 2013 എൻ്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയൊരു ഘട്ടത്തിലുണ്ട്. നാട്ടുകാരും വിചാരിച്ചു, കുടുംബ പ്രശ്നം, എൻ്റെ മക്കൾ പോലും വിചാരിച്ചു അച്ഛൻ ഇനി വരില്ല എന്ന് പലരും പറഞ്ഞു കൊടുത്തു. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഏകാന്തമായി ഇരിക്കുന്ന സമയത്ത് എന്നെ യേശുവിൻ്റെ ഒരു സാന്നിധ്യം എന്നെ സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ പറയുന്ന സത്യം തന്നെയാണ്. അവിടെ നിന്ന് ഒരു യേശുവിനെ പ്രേ ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ ലൈഫിൽ സമാധാനം, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, സമാധാനം എനിക്ക് തരണമെന്നാണ്. ആ സമാധാനം കെടുത്താതിരിക്കാനാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നത്. പൊതുപരിപാടികൾക്ക് അങ്ങനെ പോകാറില്ല. ഈ വിവാഹങ്ങൾക്ക് പോലും ഞാൻ പത്തനാപുരത്തേക്ക് പോകാറില്ല. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിയുന്നതും പോകാറില്ല. പത്തനാപുരത്താണ് വിവാഹങ്ങൾക്കെല്ലാം പോകുന്നതും. ഈ മരണത്തെക്കാൾ ഉപരി ഞാൻ കാണുന്നത് രോഗിയായിരിക്കുമ്പോൾ പലരെയും സന്ദർശിക്കാറുണ്ട്. അവസാനമായി മരിക്കുന്നതിന് നമ്മളെ ഒന്ന് കാണുന്നൊരു സന്തോഷം, അതിനെ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് കൊട്ടിക്കോശി ഒറ്റ കാര്യം സാധനം, ഞാൻ പോകുന്നിടത്ത് ഫേസ്ബുക്ക് കൂടെ കൊണ്ടുപോകാറില്ല എന്നേ. എനിക്ക് ഫേസ്ബുക്കില്ല സ്വന്തമായിട്ട്, വാട്സാപ്പില്ല. ഔദ്യോഗികമായി എൻ്റെ ഫോണിൽ ഈ നമ്മുടെ ഓഫീസിലുള്ള ആളുകൾക്ക് റെക്കോർഡുകളും പേപ്പറുകളൊക്കെ അയക്കാൻ വേണ്ടി ഒരു വാട്സാപ്പ് നമ്പർ അല്ലാതെ ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാമില്ല, ഒന്നുമില്ല. യേശുവിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്? യേശുവിലേക്കുള്ള ഞാൻ അത് എൻ്റെ അമ്മയാണ്. കുർബാനയ്ക്കൊന്നും പോയില്ല. എൻ്റെ അമ്മ, ഞാൻ ഈ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് കിടക്കുന്ന അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്റ്റർ TV-യിൽ പ്രസംഗിക്കും, ആ പാർശ്വ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അതെങ്ങനെ അവിചാരിതമായിട്ട് വന്നതാണ്. കൊട്ടാരക്കരക്കാരൻ നമുക്കറിയത്തില്ല. അമ്മ TV-യിൽ ഇത് കാണും, ഈ ഷാലോൺ TV-യിൽ ഇങ്ങനെ കണ്ടുകൊണ്ട്. അപ്പം അമ്മ പറഞ്ഞ് നല്ല പാസ്റ്റ, നല്ല കാര്യങ്ങളൊക്കെ പറയും, പ്രാർത്ഥിക്കും, ആ പാർശ്വ ഒന്ന് കണ്ടിരുന്നേ കൊള്ളായിരുന്നു. അങ്ങനെ ഷാജി കൈലാസനെ വിളിക്കുകയാണ്. അപ്പോൾ ഷാജി കൈലാസൻ്റെ ഭാര്യ ആനി ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ആനിക്കറിയാമായിരിക്കും എന്ന് വിചാരിച്ച് അമ്മ വിളിച്ചു, ഷാജി ഒന്ന് കണ്ടുപിടിച്ചു തരണം. അപ്പം പറഞ്ഞു, അയ്യോ അമ്മ, അത് ഇതാ നമ്പർ, കൊട്ടാരക്കരക്കാരനാണ്. അങ്ങനെയാണ് ഈ ടിനു പാസ്റ്റർ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് എനിക്ക് വേണ്ടി, ഞാനിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അമ്മയാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ അദ്ദേഹമായിട്ട് അടുത്തു. അപ്പോൾ ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് വലിയൊരു സമാധാനം കിട്ടി. ആ സമാധാനമാണ് ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുന്നത്. അത് തുടരും. ഞാൻ സമാധാനം തരണം. അല്ല ഞാനിതിനെ സംഘം ചേരാനും അപകടം വയ്ക്കാനും, അത് ഞാൻ എല്ലാ മതങ്ങളെയും ഞാൻ ആദരിക്കുന്നുണ്ട്. ദൈവവിശ്വാസത്തെയാണ് ഞാൻ ഇരിക്കുന്നത്. മതങ്ങളെ ആദരിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസിയല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ വലിയ മഹത്വങ്ങളുണ്ട്. ഞാൻ ഖുർആൻ വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്, രാമായണം, ഭാഗവതം, ഇതെല്ലാം വായിച്ചിട്ടുണ്ട്. ഞാൻ ഏകദൈവം അല്ലേ? ദൈവം എന്ന ഒരു ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നമുക്കതീതനായ ഒരു പവറുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു സാധാരണ ചെറുപ്പക്കാരനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. സിനിമ അഭിനയിക്കാൻ പോയി. ഞാനൊരു ഡിഗ്രി അത് കഴിഞ്ഞില്ല, കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഫൈനൽ വരെ പഠിച്ചുള്ളൂ. ഫൈനലായപ്പോൾ പരീക്ഷ എഴുതിയില്ല. അപ്പം ഇതൊന്നുമില്ലാത്ത ഞാൻ, MBA ഇല്ലാത്ത, ഡോക്ടറേറ്റ് ഇല്ലാത്ത, എഞ്ചിനീയറിംഗ് ഇല്ലാത്ത ഞാനാണ് KSRTCയിൽ ഇതൊക്കെ ചെയ്യുന്നത്, എൻ്റെ നാട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത്. പത്തനാപുരത്ത്
ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ താലൂക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും നന്നാക്കി. 100 കുട്ടികളിൽ കൂടി പഠിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടം വെച്ചു കൊടുത്തു. അതായത് LDF സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് മുമ്പേ ഞാൻ ആരംഭിച്ചു. എല്ലാവർക്കും സ്കൂളിൽ ചേർത്ത ഫർണിച്ചർ, സ്കൂൾ ബസ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നാൽ ചുറ്റും ഷാജനൊന്ന് പോയി നോക്കുക, ചുറ്റുമുള്ളതിൽ ഗണേഷ് കുമാർ ചെയ്തു കൊടുത്ത താലൂക്ക് വരുന്നതിന് മുമ്പേ താലൂക്ക് ഓഫീസ് പണിതു, സിവിൽ സ്റ്റേഷൻ പണിതു, എല്ലാം ആ നാട്ടിൽ ആവശ്യമുള്ളതെല്ലാം ഞാൻ പണിത് കൊടുത്തു. അത് ഫയർ സ്റ്റേഷൻ ഇപ്പോൾ പണി തീർന്ന് കിടക്കുന്നു. എല്ലാം ഇല്ലാത്ത ഇനി കോടതി മാത്രമേ പണിയുള്ളൂ. പുതിയ കോടതി കെട്ടിടത്തിന് എല്ലാം റെഡിയായി കിടക്കുകയാണ്. അതിൻ്റെ പണി തുടങ്ങിയാൽ മതി. ഞാൻ ആ നാട്ടിൽ ഗണേഷ് കുമാർ വന്നതിന് ശേഷം എല്ലാവർക്കും കുടിവെള്ളം, ഇനി ഒരു പഞ്ചായത്തിലെ കോൺട്രാക്റ്റ് തോലി എടുത്ത് കുഴപ്പമുണ്ടാക്കിയത് ഒഴിച്ചാൽ ഒരു അര പഞ്ചായത്തും ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാ വീട്ടിലും കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. ശുദ്ധീകരിച്ച കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. കൊട്ടാരക്കര നിയമമണ്ഡലത്തിലെ മൈലം പഞ്ചായത്തിൽ വെള്ളം കൊടുക്കുന്ന പത്തനാപുരത്ത് നിന്നാണ് ഞാൻ കൊണ്ടുവന്ന പ്രോജക്റ്റാണത്. ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. 2001 കാട്ടു പത്തനാപുരമായിരുന്നു. ഞാൻ എൻ്റെ ജനങ്ങളെ അഭിമാനത്തോടെ തന്നെ, അവരെന്നെ കാണുന്നു അങ്ങനെ തന്നെയാണ്. ഈ കാണുന്നതും അനുഭവിക്കുന്ന നല്ല റോഡുകൾ, കുടിവെള്ളം, എല്ലാവർക്കും വൈദ്യുതി, ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. ഞാനൊരു കള്ളനല്ല. കാരണം 2011 തെരഞ്ഞെടുപ്പിൽ ആര്യങ്കാവ് തെന്മല പഞ്ചായത്തുകൾ പത്തനാപുരത്തിൻ്റെ ഭാഗമല്ല എന്നറിഞ്ഞു, ഡീലിമിറ്റേഷൻ വന്നു. എന്നിട്ടും 2009 എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ആര്യങ്കാവ് തെന്മല പഞ്ചായത്ത് കംപ്ലീറ്റ് വൈദ്യുതി വാക്ക് പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാൻ ചോദിച്ചു. അന്നത്തെ എൻ്റെ മണ്ട്. അപ്പോൾ പലരും ചോദിച്ചു അവിടെ കൊണ്ട് ഇറക്കുന്നില്ല, ഇവിടെ ഇറക്കിയാൽ അവിടെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഈ 2 പഞ്ചായത്തുള്ളവർക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു അതല്ല, എല്ലാവരെയും വൈദ്യുതീകരിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞു. ഈ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിൽ പോലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അവിടെ മുഴുവൻ ആര്യങ്കാവ് അതിർത്തി വരെ, കോട്ടവാസൽ എന്ന് പറഞ്ഞ സ്ഥലം വരെ വൈദ്യുതി എത്തിച്ചത് എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അന്ന് AK ബാലനാണ് മന്ത്രി, LDF സർക്കാരാണ് ഭരിക്കുന്നത്, ഞാൻ UDFിലാണ്. AK ബാലനുമായിട്ട് സംസാരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് പൈസ തന്നു, ഞാൻ പൈസ ഇറക്കി. പിന്നെ പീതാംബര കുറുപ്പായിരുന്നു MP, അദ്ദേഹം 25 ലക്ഷം രൂപ തന്നു. ഈ മൂന്ന് കൂട്ടരേ ഉള്ളൂ അതിനകത്ത്. അത് ചെയ്തിട്ടാണ് ഞാനത് അത്രയും നമ്മൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അങ്ങനെയൊക്കെ അത് വേണമെങ്കിൽ എനിക്ക് ഇട്ടിട്ട് വയ്ക്കൂടെ. അടുത്ത വർഷം ഈ 2 പഞ്ചായത്ത് അവിടെ ഇല്ല, അപ്പോൾ ബാക്കി പൈസ ഒരുവിധം 100 കുട്ടികളുള്ള എല്ലാ സ്കൂളിലും കിട്ടണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഒന്ന് കാണാം. ഞാൻ പറഞ്ഞില്ല, വന്ന് കാണും. ബാത്റൂമൊക്കെ ഹൗസ് കീപ്പിംഗ് ഉണ്ട്. പട്ടാഴി പഞ്ചായത്തിൽ എന്താണെന്ന് വെച്ചാൽ തുടർ ചികിത്സ കൊടുക്കുന്നത് വേറെ എങ്ങും ഇല്ല ഇന്ത്യയിൽ. അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വരുന്ന ഒരു ആൾ ഒരു വിരൽ മുറിച്ചു അല്ലെങ്കിൽ ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർ വണ്ടിയെടുത്ത് ആശുപത്രി വന്ന് ചികിത്സ എടുക്കാൻ ഇത് ഡ്രസ്സ് ചെയ്യാൻ വരണ്ട. പട്ടാഴി പഞ്ചായത്തിൽ നേഴ്സ് വീട്ടിൽ ചെല്ലും. നേഴ്സ് വീട്ടിൽ ഓഫീസിൽ വരുന്ന വഴിക്കോ പോകുന്ന വഴിക്കോ വീട്ടിൽ കയറി അത് അവർക്ക് ബാൻഡേജ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ്. ഇതൊക്കെ മനുഷ്യത്വപരമായ പരിഷ്കാരങ്ങളാണ്. എന്തായാലും മനോഹരമായിരുന്നു ഈ സംഭാഷണം. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചതേക്കാൾ കൂടുതൽ സമയം എടുത്തല്ലേ? നല്ലത് കുഴപ്പമില്ല. ഞാനത് ആവശ്യമുള്ള കാര്യങ്ങൾ ഷാജൻ വെട്ടി വെച്ചോളൂ, എഡിറ്റ് ചെയ്തിടാം. ഇല്ലില്ല, എല്ലാം കൊടുക്കും. ഞാൻ ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. കാരണം എനിക്ക് കള്ളത്തരങ്ങളൊന്നുമില്ല എൻ്റെ ഉള്ളിൽ. അങ്ങനെ ഏറ്റവും സ്നേഹം അറിയേണ്ടത് PC ജോർജിനായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും. ഞാനും സ്ഥിരം വിളിച്ചോ എനിക്കറിയത്തില്ല. ചോദിച്ചു നോക്കും. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ്. ഒരു അച്ഛനുള്ള കാലത്ത് അങ്ങ് സ്നേഹത്തിലായി. എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ കൂടെ ഉണ്ടെന്ന് എപ്പോഴും പറയുന്ന ഒരു ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല മനസ്സ് അദ്ദേഹം.